നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1784 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മഷൂദാണ്. ഡോക്ടർ പല ഭാഗങ്ങളായി നമുക്ക് ഒരേ വിഷയത്തിൽ നമുക്ക് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഇന്ന് ആ ഒരു പുസ്തക പരിചയത്തിന്റെ 8ാം ദിവസമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മസൂദ് ഡോക്ടറെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. ഡോക്ടർ ഗവൺമെന്റ് സർവീസിൽ നിന്ന് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ മനുഷ്യ ശരീരത്തിലെ സൂക്ഷ്മ മൂലകങ്ങളെ കുറിച്ചും മെഡിസിനൽ കണ്ടന്റിലെ സൂക്ഷ്മ കണികകളെ കുറിച്ചും ക്രിസ്റ്റലുകളെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതാണ് ഡോക്ടർക്ക് വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇന്ന് പച്ചക്കറികളിലെ സൂക്ഷ്മ ധാതുക്കളെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഈ ഹോമിയോപ്പതി വിഷയം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് ഉപരിയായി ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സന്തോഷം കണ്ടെത്തുന്ന ബഹുമാന്യനായ ഡോക്ടർ മഷൂദിനെ ഇന്നത്തെ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ക്ലാസ് ഡോക്ടറെ ആരംഭിക്കാം. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് ആണ് ഡോക്ടറെ. ഡോക്ടർ അപ്പോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആരംഭിക്കാം. ഓക്കെ. ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാം. നല്ലതുപോലെ കേൾക്കാം, കാണാം. തുടങ്ങാം. എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്റെ പക്ഷെ നമുക്ക് കാണാം. ബഹുമാന്യരായ IFPHന്റെ എല്ലാ ഭാരവാഹികളും നമ്മുടെ ബഹുമാന്യരായ നമ്മുടെ അധ്യാപകരെയും പ്രിയപ്പെട്ട നമ്മുടെ സാമുവൽ ഹനുമാനെയും പ്രാർത്ഥനയോടെ ഞാൻ ഈ ക്ലാസ് വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തനിയെ മൊബൈലിലൊക്കെയാണ്, ഇന്നൊരു ലാപ്ടോപ്പിലൂടെയാണ്, അതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഷെയർ ഓപ്ഷൻ എനിക്ക് ശരിയാക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എൻ്റെ പിക്ചർ. അപ്പം ഞാനൊരു ഷെയർ നോക്കട്ടെ, ഇത് എടുക്കാൻ പറ്റുന്നത്. ഷെയർ കൊടുത്തു ഇല്ലേ? ഷെയർ വന്നില്ലേ? താഴെ നടുക്കായിട്ട് ഒരു പച്ച അത് സിമ്പൽ ഷെയർ മാത്രം കൊടുക്കാനെന്ന്. ഇങ്ങോട്ട് പാടാ. Entire screen, present layout, content only, present layout. സ്റ്റാർട്ട് ചെയ്യ ഡോക്ടർ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഞാൻ ഫയൽ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നിന്ന് എടുക്കാമെന്നുള്ളതാണ്. ഗെറ്റ് സ്റ്റാർട്ടഡ്. പൈസ ഇങ്ങോട്ട് വാ. ഇത് എവിടെ നിന്ന് എടുക്കാനാണെന്നുള്ളതാണ് നോക്കുക. സ്റ്റോപ്പ് ഷെയർ, ഷെയർ ലേഔട്ട്. ഇതിന്റെ ഈ പിക്ചർ ഒന്ന് എടുത്ത് ഈ ഡെസ്ക് എടുത്തിട്ട് ഡെസ്കിലാണ് ഇപ്പൊ എന്റെ ഷെയർ കാണുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ, ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എന്റെ പുസ്തകത്തിന്റെ ഭാഗം തന്നെ ഞാനൊരു 13ാമത്തെ ക്ലാസ് ആണ് എന്റെ IFPHന്റെ. അതേസമയം എന്റെ പുസ്തകത്തിന്റെ 8ാം ഭാഗമാണ് ഇത്. ഒരു വാണിംഗ്, നമ്മുടെ പിക്ചേഴ്സ് കുറച്ച് എടുക്കരുതെന്നുള്ള ഒക്കെ ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജാണ് അൺവ്യൂഡ് മൈക്രോ സീക്രട്സ്. അടുത്ത ഇത് ബാക്ക് പേജാണ്. നമ്മുടെ സാധാരണ നേരത്തെ ഉള്ളവർക്ക് ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇന്നെടുക്കുന്ന ക്ലാസ്. കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ഇതില് ഹോമിയോ ഔഷധങ്ങളോടൊപ്പം
നമുക്ക് ചില ആൾക്കാർ ചില ഫുഡ് ഡയറ്റ് റെജിമെനൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പച്ചക്കറികളിൽ ഒന്നും തന്നെ ഹോമിയോ ഔഷധങ്ങളും തയ്യാറാക്കിയിട്ടുള്ളതല്ല. മറിച്ച് ഇത് സാധാരണ രീതിയിൽ നമുക്ക് കുറേ മിനറൽസും മെറ്റൽസും എലിമെന്റ്സ് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു തരത്തിലുള്ള ഒരു പച്ചക്കറിയാണ്. കുറച്ച് പച്ചക്കറികളുടെ ആണ് ഞാൻ ഇതിനകത്ത് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ആദ്യത്തത് അമരയ്ക്ക എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്കെല്ലാം കാണാം. നമ്മൾ സാധാരണ ചീര അമരയ്ക്ക എന്ന് പറയുന്ന ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അടുത്ത കാലത്തായിട്ട് ഈ ഡയബറ്റീസിന് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് കാണാം. ഇതിന്റെ അടുത്ത ക്രിസ്റ്റൽസ് ഞാൻ കാണിക്കാം. ഇന്ന് നമുക്ക് സ്പീഡ് കുറച്ച് കൂടുതൽ പോകേണ്ടി വരും. അവരൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സൈമോപ്സിസ് ടെട്രാഗോണലോബ എന്നാണ് ഇതിന്റെ പേര്. സൈമോപ്സിസ് ടെട്രാഗോണലോബ. അത് ക്ലസ്റ്റർ ബീൻ, സാധാരണ ക്ലസ്റ്റർ ബീൻ. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽസ് ഈ താഴെ കാണുന്ന ഇത് വളരെ നന്നായിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു തരം ക്രിസ്റ്റലാണ്. ഈ മുകളിൽ അതിന്റെ ഡയറക്റ്റ് പിക്ചറാണ്. ഈ താഴെ ഇത് നമുക്ക് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുന്ന പോലുള്ള കണ്ടതെല്ലാം ഒറിജിനലായിട്ട് സാധാരണ വീണ്ടും വീണ്ടും തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ക്രിസ്റ്റൽസ് ആണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് വേഗം പോവാം, ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിനെ കുറിച്ചുള്ള ഫേസിയോളസ് വൾഗാരിസ്, അതായത് നമ്മുടെ എന്ത് ബീനാണിത്? വെറും ബീൻസ് ആണ്, സാധാരണ ബീൻസ്. എനിക്ക് ഇതിൽ എന്നെ പിക്ചർ കാണാൻ കഴിയുന്നില്ല. എന്റെ പിക്ചർ കാണാൻ ഈ എഴുതിയിരിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ എൻലാർ ചെയ്യാനോ പറ്റുമോ ഡോക്ടറെ? ഇത് എഴുത്തുകൾ നമുക്കത്ര കാണുന്നില്ല. ശരി, ഒന്ന് ഞാൻ അല്പം കൂടെ നോക്കട്ടെ, ഒന്ന് എല്ലാവരും ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഷോ കൊടുത്താ ഡോക്ടറെ. ഇപ്പൊ കുറച്ചുകൂടെ കാണാമല്ലോ. അപ്പോഴേ കാണാം. കുഴപ്പമില്ല. ഡോക്ടർ ആദ്യമായിട്ട് ചെയ്യല്ലേ, അങ്ങനെ പോട്ടെ, കുഴപ്പമില്ല. ഇത് സ്പീഡൊക്കെ അല്പം കുറവാണ്. ഇന്ന് സ്പീഡ് കുറവാണ്, കൂടുതലാണ്, പെട്ടെന്ന് അങ്ങ് പോകും. വെയിറ്റ് ചെയ്യും. നീ ഇത് മൗസ് എടുത്ത് കൊടുത്താണ്. മൗസ് ഈ മൗസ് പുറത്തെടുത്ത് കൊടുക്കും. അതിൽ നിന്ന് ഇളക്കി മൗസ് ഇതിൽ കൊടുക്കും. ഫ്രൂട്ട്സിന്റെ അമരയ്ക്ക കുറച്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ കാണാം, നേരത്തെ കാണാം. അതുപോലെ തന്നെ ഈ പിക്ചറുകളും കാണിക്കാം. ബീൻസിന്റെ ഒന്നുകൂടെ കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പിക്ചർ കാണാം. ഈ ക്ലസ്റ്റർ ബീൻസിന്റെ 1-2 വലിയ ക്രിസ്റ്റൽസ് താഴോട്ടും വലുതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. മൗസ് ഊരിട്ടെ, മൗസ് ഇതിൽ കൊടുക്കും. ഇങ്ങോട്ട് കടന്നു പറഞ്ഞ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്ലസ്റ്റർ ബീനിന്റെ ക്രിസ്റ്റൽസ് ആണ് ഇത് കാണുന്നത്. ഇതിന് ശേഷം ഇപ്പൊ ഇപ്പുറത്ത് കാണുന്നത് ഇത് ബീൻസിന്റെയാണ്. ഇതും ബീൻസിന്റെയാണ്. ബീൻസിന്റെ വലിയ ക്രിസ്റ്റൽസ് എൻലാർജ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി പോകും. ഇപ്പൊ കുറച്ചുകൂടെ ക്രിസ്റ്റൽസ് കാണാൻ തോന്നണം അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് പോകാം. നെക്സ്റ്റ് ഇത് ബീട്രൂട്ട് ആണ്. ഈ ബീട്രൂട്ടിന്റെ ക്രിസ്റ്റല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിസ്റ്റലാണ്. കാണാൻ നല്ല രസമുള്ള ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്രിസ്റ്റലാണ്. കണ്ടോ? ഇതൊരു TV കിടക്കുന്ന പോലെ വളരെ നല്ല പ്രൊജക്ഷനുള്ള ഒരു ക്രിസ്റ്റലാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിന്റെ പിക്ചർ അല്ലേ കിടക്കുന്നത്? കാണാമല്ലോ. കാണാം. ഇതിന്റെ അടുത്ത ക്രിസ്റ്റൽ ഉണ്ടോ? ഇതെല്ലാം ഈ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ഭാവം പോലെ തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ബീട്രൂട്ടിന്റെ തന്നെ ക്രിസ്റ്റലാണ്. എന്റെ പിക്ചർ ഇതിനകത്ത് കാണുന്നില്ല. സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയറിംഗ് വേണം. പിന്നെ സ്ക്രീൻ ഷെയർ ഓഫാക്കി എന്റെ പിക്ചർ കാണുന്നില്ല അതല്ലേ? ഓക്കെ, എന്തായാലും കാണുന്നു ചെറുത്. നെക്സ്റ്റ് ഇതാണ്. ഇത് ക്യാബേജിന്റെ ആണ്.
ആ ക്യാബേജിന്റെ റൈറ്റിംഗ്സിൽ ഈ ബീട്രൂട്ടിന്റെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ബീട്രൂട്ടിന് നമുക്ക് ഈ സാധാരണ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും നമുക്ക് ബീട്രൂട്ടിന്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, കാൽസ്യം, സൾഫർ, ക്ലോറിനും അയഡിനും പോലും ഈ ബീട്രൂട്ടിനുണ്ട്. അയണാണ് ഇതിന്റെ പ്രധാന കണ്ടന്റ്. പിന്നെ കോപ്പറും ഉണ്ട്. അപ്പൊ ഇത്രയും കൂടി ഈ കോപ്പറും അയഡിനും കോപ്പറും അയണും ഉണ്ടെങ്കിൽ, കാൽസ്യവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഫോസ്ഫറസും ഉണ്ട്. ബ്ലഡിന്റെ ഒരു നല്ല സ്റ്റെബിലൈസറാണ്. അതായത് ബ്ലഡ് നന്നായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്നതിനും അത് കീപ്പ് ചെയ്യുന്നതിനും ഈ ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. ഇത് എക്സലന്റ് സോൾവെന്റ് ഫോർ ഇനോർഗാനിക് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് എന്നാണ്. അതായത് ഇനോർഗാനിക് ആയിട്ടുള്ള കാൽസ്യം ഡെപ്പോസിറ്റ് ഹാർട്ടിന്റെ വെസൽസിൽ വരെ വരാം. അതാണ് ബ്ലഡ് വെസൽസിലൊക്കെ വരുന്നതാണ്. അതിനെ സോൾവ് ചെയ്ത് പോകുന്നതിന്, അതായത് ഡിസൊലിയേറ്റ് ചെയ്ത് അലിയിച്ച് കളയാനായിട്ട് ഈ ബീട്രൂട്ടിന് കഴിയും. അതൊരു വലിയ ഇതാണ്. ഹൈപ്പർ ടെൻഷന്, ആർട്ടീരിയൽ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേസ്, പിന്നെ ഹാർട്ട് ട്രബിൾസ്, വെരിക്കോസ് വെയിൻസ്, ഇതിനൊക്കെ നല്ല മരുന്നായിട്ടാണ് ഈ ബീട്രൂട്ടിനെ കാണുന്നത്. ഇതിന്റെ ക്രിസ്റ്റൽ, ഇത് അയണും ഷുഗറും കൂടി ചേർന്ന ഒരു ക്രിസ്റ്റലാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അങ്ങനെയുള്ളതാകാനാണ്. ഈ അകത്ത് വരെയുള്ള ഇതൊക്കെ അയണ കോമ്പണന്റ് ആയിരിക്കാം. നല്ല ക്രിസ്റ്റൽസ് ആണ് കിട്ടിയത്. വളരെ നല്ല പ്രൊജക്റ്റീവ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ് ഇതിൽ നിന്ന് കിട്ടിയത്. അടുത്തതും ഇത് തന്നെ, ആ വലിയൊരു ക്രിസ്റ്റല് നമ്മുടെ ഈ ഷുഗർ മിൽക്കിന്റെ ഷുഗറിന്റെ പോലെ കാണുന്നത് എല്ലാം ബീട്രൂട്ടിന്റെയാണ്. അടുത്തത് കാബേജ് ആണ്. ഈ കാബേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഭക്ഷണത്തിന് നമ്മൾ കാബേജ് ഉപയോഗിക്കുന്നുവെങ്കിലും ഇത് നല്ലൊരു ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഡ്രസ്സിങ്. പിന്നെ വ്രണങ്ങള്, എക്സീമ പോലുള്ള കേസസിലൊക്കെ ഇത് പുറമേ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചിരുന്നാലൊക്കെ ഇത് വ്രണം ഉണങ്ങുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. ഗുഡ് ഫോർ വെയിറ്റ് റിഡക്ഷൻ. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വെയിറ്റ് റിഡക്ഷനെ സഹായിക്കും. പിന്നെ പ്രിമച്വർ ഏജിങ്ങിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നേരെ മുമ്പേയുള്ള, അതായത് എർലി പ്രിമച്വർ ഏജിങ് നമ്മുടെ വാർദ്ധക്യത്തെ തടയും. കീപ്സ് വെസൽസ് ഇൻ ഗുഡ് ഹെൽത്ത്. അതായത് ബ്ലഡ് വെസൽസിനെ നല്ല കീപ്പ് ചെയ്യുന്നതിനും. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇലക്കറികളിൽ ആകെ കൂടി ഉള്ളത് ഒന്ന് ഈ കാബേജ് ആയിരിക്കും. ഇത്രയും ഗ്രീൻ കിട്ടാൻ വലിയ പാടാണ്. എന്നാലും അല്പമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ ഒരുപക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. ആൽക്കലൈൻ സാൾട്ട്സ് ആണ് ഇതിന്റെ പ്രത്യേകത. വൈറ്റമിൻ എയും ഉണ്ട്. എന്താണ് ആൽക്കലൈൻ ഫുഡ് ആയിരിക്കണം എന്നുള്ളതാണല്ലോ. നമ്മുടെ ഫുഡ് എപ്പോഴും 40% ആൽക്കലൈൻ ആയിരിക്കണം എന്നാണ്. നമ്മുടെ അസിഡിറ്റി HCl നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ഗ്യാസ്ട്രിക് ജ്യൂസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലും ഫുഡിന് യഥാർത്ഥത്തിൽ ആൽക്കലൈൻ സ്വഭാവം ഉണ്ടായിരിക്കണം എന്നാണ്. 40%. ഇന്ന് നമ്മൾ കഴിക്കുന്നതിൽ 60%, 80%, ചിലപ്പോൾ കംപ്ലീറ്റും ആസിഡിക് സ്വഭാവമുള്ള ഭക്ഷണമാണ് വേവിച്ച റൈസ് അതൊക്കെ കഴിക്കുമ്പോൾ വരുന്നത്. പക്ഷെ നമുക്ക് ഈ ആൽക്കലി ഫുഡ് കിട്ടാനായിട്ടും സഹായിക്കുന്ന പച്ചിലക്കറിയാണ്. ഇത് പച്ചയായിട്ട് കഴിക്കാവുന്നതാണ്, അധികം കഴിക്കരുതെന്ന് മാത്രം. ഇത് പച്ചിലയായിട്ട് സാലഡ് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഇത് മൂന്നും കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽസ് ആണ്. ഇതിൽ കണ്ട ഈ താഴെ വശത്ത് കാണുന്ന കുറച്ച് കെട്ടിയിട്ടതുപോലെ കാണുന്ന ലീഫിൽ സാധാരണ കാണുന്ന 8 പോലെ കിടക്കുന്നില്ലേ, അത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടി സൗണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ? നമുക്ക് മുമ്പോട്ട് കാണാം. വായിക്കാം. ശരി, നെക്സ്റ്റ് ഇത് ക്യാരറ്റ് ആണ്. ഡാർക്കസ് കരാറ്റസ് എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. കാരറ്റ് എന്ന് തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കാരറ്റ്. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരറ്റിലുള്ളതുപോലെ വൈറ്റമിൻ എ മറ്റൊന്നിലില്ലെന്നാണ്. വൈറ്റമിൻ എ നമ്മുടെ റെറ്റിനോസിസ്, അതായത് റെറ്റിനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ്, ഐ വിഷ്വലി എഫക്റ്റ്, ഇതിനൊക്കെ ഈ കാരറ്റ് വളരെ പ്രധാനം വഹിക്കുന്നു. സോഡിയവും ക്ലോറിനും ഇതിനകത്തുണ്ട്. സൾഫർ, അയഡിൻ ഇതെല്ലാം ഇതിലുമുണ്ട്. ഈ പച്ച ക്യാരറ്റ് നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നത് എപ്പോഴും നമ്മളെ കണ്ണിനും എല്ലിനും ബലം ഉണ്ടാക്കും. നമുക്ക് എപ്പോഴും ശാരീരികമായിട്ട് ഏറ്റവും നല്ല ഒരു പച്ച വെജിറ്റബിൾ ആണ്. പച്ചയ്ക്ക് നേരിട്ട് വാഷ് ചെയ്ത് കഴിക്കാനായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു നല്ല ക്യാരറ്റ്. ഈ റെഡ് കളർ തന്നെ കരോട്ടിനാണ്. ഈ കരോട്ടിനെ ഡയറക്റ്റായിട്ട് ബോഡി ഇത് ആക്കിയിട്ട് റെഡ് ഹീമോഗ്ലോബിന് കൺവേർട്ട് ചെയ്യും. അയണ് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ കരോട്ടിൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ റെഡ് കളർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കരോട്ടിൻ എന്ന് പറയുന്ന ഭാഗം തന്നെയാണ് വൈറ്റമിൻ എ ആയിട്ട് റെറ്റിനോളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത്. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഈസ് നോൺ ആസ് എ മിറക്കിൾ ജ്യൂസ് എന്നാണ് ഇതിനെ പറയുന്നത്. ക്യാരറ്റിന്റെ ജ്യൂസ്
ക്യാരറ്റും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുവന്ന ബീട്രൂട്ടും കൂടി ചേർത്തും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് കണ്ണിനും നമ്മുടെ പല്ലിന് എല്ലിന് ഒക്കെ നല്ലതാണ്. ബോണിന് വരുന്ന കാൽസ്യത്തിനൊക്കെ നല്ല ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ കടിച്ച് തിന്നുന്നത് കൊണ്ടുള്ള ആ ഒരു ഇതും നല്ലതാണ്. പല്ലിന് കൂടുതൽ വില മോണയ്ക്ക് വായ്ക്ക് വരുന്ന അൾസറേഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് ക്യാരറ്റിന് കഴിയും. നെക്സ്റ്റ് ഈ ക്യാരറ്റിൽ കണ്ട ക്രിസ്റ്റൽസ് ആണ് വളരെ ഡെലിക്കേറ്റ് ആണ്. ഒരെണ്ണം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് ആഷിൽ നിന്നാണ്. ഈ താഴത്തെ ഒരു ഇത് വരുന്നത് ആഷാണ്. ഈ വല സൈഡിലുള്ള ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ കാണാം. മുകളിൽ വന്ന ഒരു നീളൻ ഉണ്ട്. ഇതെല്ലാം ക്യാരറ്റിൽ നിന്നാണ് കണ്ടതാണ്, ലീഫല്ല, ക്യാരറ്റ് തന്നെ. ക്യാരറ്റ് ഏത് ഫ്രൂട്ടും ഏത് പച്ചക്കറിയും എടുത്താൽ അതിന്റെ അതിന്റെ തോടിനോട് ചേർന്നിരിക്കുന്ന അടിവശത്താണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. ഇത് നേരത്തെ ആൾ സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മുടെ ചുരണ്ടി കളയുന്ന ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാരറ്റ് ഒന്നും അധികം വാഷ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. ചുരണ്ടി അതിന്റെ മുഖം ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ ലെയറിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായിട്ട് വേണ്ടതിരിക്കുന്നത്. അകത്തെല്ലാം ഒരു സ്റ്റാർച്ച് ആയിരിക്കും, ഷുഗർ ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ആ തൊണ്ടിലാണ്. പിന്നെ ക്യാരറ്റിന് നല്ല കട്ടിയുള്ള ഒരു ചെറിയ തൊലിയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗവും. ക്യാരറ്റ് കഴിഞ്ഞു. അടുത്തത് ചേനയാണ്. അമോർഫോഫാലസ് പിയോണിഫോളിയസ് എന്നാണ് അമോർഫോഫാലസ് യാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചേന തന്നെ അമോർഫോഫാലസ് അല്ലെങ്കിൽ എലിഫന്റ് യാം എന്ന് പറയുന്നത്. ഇത് നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചേന തന്നെയാണ്. ഈ ക്രിസ്റ്റൽസ് ഒക്കെ ഒരു പക്ഷേ സ്കൂൾ ഗോയിങ് ക്ലാസ്സസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിത് കണ്ടിട്ടുണ്ട്. സ്കൂളിൽ ഞാൻ ആകെ കണ്ടിട്ടുള്ള ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളത് ഈ ചേനയിലും ഈ ചേമ്പിലും കണ്ടിട്ടുള്ളതാണ്. അത് എനിക്ക് യാതൊരു പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ ഫൈറ്റോ കെമിക്കൽസ് എന്നുള്ള പേരല്ല അന്ന് ഉപയോഗിക്കുന്നത്. അന്ന് ഇതിലെ കെമിക്കൽസിലെ ക്രിസ്റ്റൽസ് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതായിട്ടാണ് ഞാനിത് വായിച്ചും കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ വെജിറ്റബിൾസിൽ ഏറ്റവും നല്ല എൻറിച്ച്ഡ് ആയിട്ടുള്ള മിനറൽസ് ഉള്ള ഒരു സാധനമാണ് ഈ യാം. കാൽസ്യം മാത്രമല്ല, കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഇതിനെ ഒരു അപവാദമാണ്, അതായത് ഇതിനെ ഒരു വിഘാതമാണ്. കാരണം ഈ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഈ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റോൺസ് ഫോം ചെയ്യാനായിട്ട് ചിലപ്പോൾ വരും. എന്നാലും അധികമായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചേന, ഒരു കാലത്ത് ഇത് മാത്രമായിട്ട് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. പ്രാതൽ എന്നാണ് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ചേനയും ചേമ്പും മാത്രം ഉപയോഗിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ ആർക്കും സ്റ്റോണൊന്നും അധികമായിട്ട് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇത് നല്ലൊരു ഫുഡാണ്. ഇത് കട്ട് പാർട്ട് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് നമ്മുടെ കയ്യിലും മറ്റുമൊക്കെ തൊടുന്ന ഭാഗത്ത് നല്ല ചൊറിച്ചിലുണ്ടാക്കുന്നത് ഇതിൽ കിടക്കുന്ന നീഡിൽ പോലുള്ള ക്രിസ്റ്റൽസ് ആണ് എന്നുള്ളതിന് സംശയമില്ല. അമോർഫോഫാലസ്. നെക്സ്റ്റ് ചേനയാണ്. ടാരോ, ചേമ്പ് കുളക്കേഷ്യ എസ്കുലന്റ ചേമ്പ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒത്തിരി കൂടെ വലുതാണ്. ക്രിസ്റ്റൽസ് കുറച്ചുകൂടെ വലുതാണെന്നേ ഉള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ആൻ യൂഷ്വൽ വെജിറ്റബിൾ റൈസോം ആണ്. പിന്നെ ഇറ്റ് കണ്ടെയ്ൻസ് കാൽഷ്യം ഓക്സലേറ്റ്. കാൽഷ്യം ഓക്സലേറ്റ് ഇതിലുമുണ്ട്. ഇതാണ് ആ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് ഇതും. പിന്നെ ഇതിനെ പോലെ വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഒരു കാട്ടിലെ കാണുന്ന രീതിയിൽ ഒരു തരം ചേമ്പുണ്ട്. അതിപ്പോൾ ഔഷധമായിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതൽ വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേമ്പ് നമ്മൾ അധികമായിട്ട് എല്ലാവർക്കും പറയാം. ഇതിന്റെ ലീഫിന് വളരെ പ്രാധാന്യമുണ്ട്. ലീഫും പിന്നെ തണ്ട് കറി വെക്കുന്നതിന് ഉപയോഗിക്കാം. ലീഫ് എടുക്കാറില്ല, തണ്ട് കറി വെക്കാൻ ഉപയോഗിക്കും. പിന്നെ ഈ ചേമ്പിന്റെ വേറൊരു എന്താന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചെറിയ കറ ഉണ്ട്. അത് ഇതിന്റെ ഏത് ഭാഗത്ത് ഇതിന്റെ തൊട്ടാലും നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അത് അതുകൊണ്ടാണ് കുക്ക് ചെയ്ത് മാത്രം കഴിക്കുന്ന ഒന്നാണ് ചേമ്പും ചേനയും. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽസ് കുറച്ചുകൂടെ കാണാം. വലുതാണെങ്കിലും ഇതെല്ലാം ആ നീഡിലേക്ക് ക്രിസ്റ്റൽസ് അല്ലാതെ തന്നെ കുറച്ച് സ്റ്റാർച്ചി പോർഷൻസ് ഇവിടെ ഒരു ഗ്ലാസി ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ കൂടെ ഉള്ളതാണ്. നെക്സ്റ്റ് ചെറുപയറാണ്. ഫേസിയോളസ് ആറിയസ്. ഫേസിയോളസ് ആറിയസ് എന്നാണ് ഇതിന്റെ പേര്. ചെറുപയർ എന്നാണ്. ഗ്രീൻ പയറാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറുപയറിന്റെയാണ്. ഏതാണ്ട് 120 സെന്റിമീറ്റർ ഹൈറ്റിൽ വളരുകയും നന്നായിട്ട് പുഷ്പിച്ച് നന്നായിട്ട് കാക്കുകയും ചെയ്യുന്നു. 3-4 ഫ്ലവർ ഓരോ ലീഫിന്റെ തണ്ടിൽ നിന്ന് തന്നെ വരും. പോഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അതിന്റെ ഫ്രൂട്ട്സ് പോഡാണ്. പോഡ് എന്ന് പറഞ്ഞാൽ അത് അതിനാ ഇൻഫ്ലോറസൻസിലും പിന്നെ അതിന്റെ ഫ്രൂട്ട്സിന്റെ അറേഞ്ച്മെന്റ്സിലും വരുന്ന നെയിമാണ്, പോഡ്സ് ആണ്. അത് നമുക്കറിയാം. ധാരാളം പ്രോട്ടീനേഷ്യസ് ആണ്. ഇപ്പോൾ ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ്. അത്രയും നല്ല ഒന്നാണ്. ഈ ഇതെന്താ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്താണ് സൗണ്ട്?
അറിയുന്നില്ല, സാർ പറയുന്ന കേക്കാം. ക്ലാസ് എന്നോട് പോണേ. കണ്ടിന്യൂ ചെയ്യാം. അത് ഇനി അവിടെ ചാർജ് കുറവാണോ എന്ന് നോക്കണേ. കുഴപ്പമില്ല. അവിടെ പോയോ? വേറെന്തോ പ്രശ്നമാണ്, ഇടയ്ക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നു. ആ നമുക്ക് കേക്കാം. പയറിന്റെ വേറൊരു പ്രത്യേകത, ഈ പയറ് അരച്ച് പൊടിച്ച് പൊടിയാക്കി നല്ല പൗഡറാക്കി ഒരു കോസ്മെറ്റിക് എഫക്റ്റ്, അതായത് മുഖത്ത് പൗഡറായിട്ട് ഉപയോഗിക്കാനായിട്ട് പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് ഇതിനകത്ത് അയക്കുള്ള വേണ്ട, ഒന്നും ഓഫാക്കണ്ട. നെക്സ്റ്റ്, ഈ പയറിൽ കണ്ട കുറച്ച് ക്രിസ്റ്റൽസ് ആണ്, ചീരയാണ്, സോറി, പയറിന്റെ ക്രിസ്റ്റൽസ് കണ്ടു കഴിഞ്ഞു. അടുത്ത് ചുവന്ന ചീര അല്ലെങ്കിൽ അമരാന്തസ് ആണ്. ഈ അമരാന്തസിനെ ഗീവ്സ് മെനി വൈറ്റമിൻസ് ആണ്, അയൺ, കാൽസ്യം, ഇങ്ങനെ അനേകം വൈറ്റമിൻസ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. കേൾക്കാമല്ലോ? കേൾക്കാം. ഇത് അമരാന്തസിന്റെ തന്നെ പിക്ചറാണ്. ഇതില് ഇവിടെ ഒരു ചെപ്പ് പോലെ ഒരെണ്ണം കിടപ്പുണ്ട്. ഈ ഞാൻ മാർക്ക് ചെയ്യുന്നത് കാണാമോ നിങ്ങൾക്ക്? പോയിന്റർ വെച്ച് മാർക്ക് ചെയ്ത് കാണാമോ ഒരു ക്രിസ്റ്റല്? അത് ഈ ചെപ്പ് പോലെ കിടക്കുന്ന ചീരയിലെല്ലാം, പച്ച ചീര എടുത്താലും മുള്ളൻ ചീര എടുത്താലും ഈ ചെപ്പ് പോലെ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാൻ ഇത് ഒന്നേ വരച്ചുള്ളൂ, പക്ഷെ എനിക്ക് ഒരുപാട് സ്ലൈഡ് നോക്കുമ്പോൾ ഒരു ക്രിസ്റ്റൽ കണ്ടു. പക്ഷെ അത് ഞാൻ പച്ച ചീരയിലും കണ്ടു. അത് തന്നെ നമ്മുടെ മുള്ളൻ ചീരയിലും കാണാൻ കഴിഞ്ഞു. അതാണ് ഒരു അമരാന്തസിൽ കാണുന്നതാണ്. ഈ നീളം ക്രിസ്റ്റൽസ് എല്ലാം നല്ല ഗ്ലാസിയാണ്, വളരെയേറെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം നല്ല, ഈ ക്രിസ്റ്റൽസിൽ പലവിധം ഗ്ലാസി ആയിട്ടും ട്രാൻസ്പാരന്റ് ആയിട്ടും, അതായത് സുതാര്യമായിട്ടുള്ളതാണ്, വാട്ടർ സൊല്യൂബിൾ ആണ്. ഇതെല്ലാം തന്നെ നല്ല ക്രിസ്റ്റൽസ് ആണ്. ഈ ചീരയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു നല്ല ക്രിസ്റ്റൽസ് ആണ്. അടുത്തത് ബ്രിഞ്ചൾ എന്ന് കത്തിരിക്ക, നമുക്കറിയാം, ഇത് കണ്ടാൽ തന്നെ അറിയാം, ഈസിലി ഡൈജസ്റ്റീവ് ആണ്. ഈ കത്തിരിക്കയിൽ ഏറ്റവും കൂടുതൽ പെക്റ്റിൻ എന്ന് പറയുന്ന ഘടകമാണ്. അതായത് ഈ കത്തിരിക്ക പോലുള്ളതിൽ കാണുന്ന ആ ഒരു വഴുവഴുപ്പുള്ള ഭാഗം പെക്റ്റിൻ എന്നാണ് പറയുന്നത്. പെക്റ്റിന്റെ പ്രത്യേകത എന്താണ്? പെക്റ്റിൻ എന്ന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ഈ അസിഡിറ്റി ഉള്ളവരും അൾസർ ഉള്ളവരും കുടൽ അല്ല രോഗമുള്ളവർക്കൊക്കെ പെക്റ്റിൻ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടത് കുടലിന്റെ ഭിത്തിയെ സംരക്ഷിക്കുന്നതിന് നല്ല ഘടകമാണ്. അപ്പൊ കത്തിരിക്ക മിതമായി എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. കത്തിരിക്ക മാത്രമായിട്ട് ഉള്ള കറികളെല്ലാം നമുക്ക് കേരളീയർക്ക് നല്ല സുപരിചിതമാണ്. ഇതിന് ക്രിസ്റ്റൽസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിന് ഞാനിപ്പോ പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഒരു പൂവിന്റെ ഇതൾ പോലെ കിടക്കുന്ന. അത് ഞാൻ എല്ലാ തരത്തിലുള്ള കത്രിക വിഭാഗത്തിൽ സൊളാനം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് വരുന്നത്. ഈ വിഭാഗം വരുന്ന എല്ലാത്തിൻ്റെ ആ മൂട്ടിൽ വരുന്ന ഒരു ഇതുണ്ട്. അതിനെ പറയുന്നത് എന്താണ്? നമ്മൾ ഇതിന്റെ ആ മൂട്ടിലൊരു പച്ചയുണ്ട്, അതിന് ആ ഭാഗത്തിൽ നിന്ന് വരുന്നതാണോ, അതിന്റെ എന്തെങ്കിലും രോമമായിട്ടുള്ളത് രോമമാണോ, അങ്ങനെ എന്തോ ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു വിഭാഗമായിട്ട് ഇതുപോലെ ഒരു 4, 6, 8 എന്നീ നമ്പറുകളിൽ ഒരു സാധനം കാണാൻ കഴിയും. അതിങ്ങനെ കാണും. കാലിക്സ്, മുളകിലും ഉണ്ട്. കാലിക്സ് എന്നാണ് പറയുന്നത്. ഈ ഞെട്ട് ഇങ്ങനെ അടുത്തെടുക്കുമ്പോൾ ഇങ്ങനെ ട്രയാങ്കുലർ ആയിട്ടിരിക്കുന്നില്ലേ കത്തിരി എടുക്കുന്ന മൂട്ടിൽ, ആ ഭാഗം കാലിക്സ് ആണ്. അതിന്റെ ഭാഗം മാത്രം അരച്ച് നോക്കിയാലാണ് ഈ ക്രിസ്റ്റൽ കാണുന്നത്. ഞാൻ ഈ പോയിന്റ് ചെയ്യുന്ന കാണാൻ പറ്റുമെങ്കിൽ അത് ഞാനിപ്പോൾ എടുത്തു പറയാൻ, ഇതൊക്കെ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ വളരെ കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ഇത് നമ്മളെ ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാം പറയാനുണ്ട്, ഒരുപാട് ഉണ്ട്. പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പൊ ഞാൻ ഈ എടുത്തിരിക്കുന്ന പച്ചക്കറികളുണ്ട്, ഫ്രൂട്ട്സ് കുറേ ഉണ്ട്. ഇത് ഏതിനും ക്രിസ്റ്റൽസിൻ്റെതിനേക്കാൾ ഉപരി ഓരോ ഭാഗവും പ്രത്യേകമായിട്ട് നോക്കുന്നത്. അഗ്രികൾച്ചർ വിഭാഗക്കാർക്ക് വേണ്ടി ഞാൻ ഇതിനകത്ത് ലാസ്റ്റിൽ കുറച്ച് എന്തോന്ന് ഈ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കാട്ടിലെ പയറ്, മറ്റേ വിളപ്പയറ്, കളർ പയറൊക്കെ ഉണ്ട്. ഇതിപ്പോ ഈ ക്രിസ്റ്റൽസ് എല്ലാം ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആണ്. ഈ ട്രയാങ്കിൾ കെട്ടി ഇങ്ങനെ ഈ എക്സ് മോഡൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നില്ലേ, അത് കത്രികകളിൽ മാത്രം കാണുന്നതാണ്. ഡോക്ടറെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. കേൾക്കുന്നില്ല എന്നൊരു മെസ്സേജ് എഴുതി കാണിക്കുന്നുണ്ട്, സൗണ്ട് കുറവാണെന്നേ. എല്ലാവർക്കും കുറവാണോ? എനിക്ക് കേൾക്കുന്നുണ്ട്. എഴുതി കാണിച്ച ഡോക്ടർക്കുള്ള സൗണ്ടിന്റെ പ്രശ്നമാണോ, അതേ മൊത്തത്തിലുള്ളതാണോ എന്ന് അറിയാൻ ഞാൻ വീണ്ടും സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. ഹലോ, ഡോക്ടേഴ്സിന് കേൾക്കാമോ? ഞാനിപ്പോ സൗണ്ട് വീണ്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ദിവ്യശ്രീ ഡോക്ടറാണോ, ദിവ്യശ്രീ ഡോക്ടറാണെന്ന് തോന്നി ഇങ്ങനെ പറയുന്നത്. പക്ഷെ കേൾക്കാം കേട്ടോ, ഞങ്ങൾക്കെല്ലാം കേൾക്കാം. ഡോക്ടറുടെ മൈക്കിന്റെ പ്രശ്നമായിരിക്കും. കണക്ഷൻ തീരുന്നു. ഓക്കെ. ഇതിപ്പോ ഓഫ് ആവും. ഇതിലും കൊടുക്കണം, ഇത് കൊടുക്കും ആദ്യം, അപ്പൊ കണക്ഷൻ കൊടുക്കും, എന്നിട്ട് നോക്കണം ഓണാവുന്നുണ്ടോ. അപ്പോ കിട്ടുന്നുണ്ടല്ലോ.
അപ്പൊ ഇത് കിട്ടാം, കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് ഇതാണ് ബോട്ടിൽ ഗാർഡ്. പണ്ട് കാലത്ത് ഇതിനെ ബോട്ടിലിന് പകരം ഉപയോഗിച്ചിരുന്നത്. ഇത് ഉണങ്ങിയ വളരെ ഇതുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിൽ മുതലേ ഞാൻ അറിയുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങൾ പഠിക്കാൻ പോകുമായിരുന്നു. അവിടെ ഈ മതപഠനത്തിന് പോകുമ്പോൾ അവരുടെ വീട്ടിൽ ഈ ഇതൊക്കെയാണ് കൃഷിയൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം അവരുടെ വീട്ടിന്റെ മുകളിൽ ഇതേപോലുള്ള ബോട്ടിൽ ഗാർഡ് ഇങ്ങനെ കിടക്കും. നമ്മുടെ ഈ കൂരപ്പുറത്താണ് വയ്ക്കുന്നത്. കൂര എന്ന് പറഞ്ഞാൽ ഓലപ്പുരയാണല്ലോ. വലിയ ഓലപ്പുരയുടെ മുകളിലെല്ലാം ഇങ്ങനെ പടർന്നു കിടക്കും. ഇത് ഉണങ്ങി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ ബാക്ക് സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് അതൊരു വിത്ത് ഉണങ്ങി ചിലിങ്ങ പോലെ കിടക്കും. മുത്ത് മുഴുവൻ ഇങ്ങ് അടുത്ത് കഴിഞ്ഞാൽ അതൊരു പാത്രം പോലെ ഇരിക്കും. ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ പലയിടങ്ങളിലും അറബി നാട്ടിലെല്ലാം പലയിടങ്ങളിലും ഇപ്പോഴും ഉപയോഗിക്കുന്ന വെള്ളം കോരുന്നതിനും കുടിക്കുന്നതിനും ഒക്കെ ഈ ബോട്ടിൽ ഗാർഡാണ് ഉപയോഗിക്കുന്നത്. ബോട്ടിൽ ഗാർഡ് പോലുള്ള പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള എനിക്ക് തോന്നുന്നു ചൊരയ്ക്ക എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഇതുമാണ് ഈ ഇത്തരത്തിലുള്ള നല്ല കട്ടിയുള്ള തോടുള്ളത്. ഇതിനെ ചുരങ്ങ എന്നാണ് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ പേരുണ്ട്. കഴുത്തങ്ക ഇവിടെ നമുക്ക് കിട്ടും. ഇവിടെ അപൂർവമായിട്ട് ഇപ്പൊ കഴുത്തങ്ക ഉപയോഗിക്കാറുള്ളൂ. വേറെ പല വെറൈറ്റിയും വന്നുപോയി. കഴുത്തങ്കയെ പുറന്തള്ളിക്കൊണ്ട് ഇത് ലാജിനേറിയ സിസറേറിയ എന്നാണ് ഇതിന്റെ ഒരു പേര്. ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. നമുക്ക് പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ നല്ല പച്ചയാണ്. ജ്യൂസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. സാധാരണ ഉപയോഗിക്കാറില്ല, എന്നാലും ആസ് ആൻ ആൽക്കലൈൻ മിക്സ്ചറാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ജ്യൂസ്. അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് മാത്രമായിട്ട് നല്ല ജ്യൂസ് വളരെ കൂടുതൽ പ്രയോജനപ്പെടുന്നതാണ്. ഡയറിയ ടൈമിലാണ്, വളരെ കൂടുതൽ ദാഹവും ഒക്കെ ഉള്ള ടൈമിൽ ഇത് നമുക്ക് നല്ലൊരു ഫുഡാണ് ഈ കഴുത്തങ്ക. അടുത്തത് കഴുത്തങ്കയുടെ കൃഷിയിൽ നിങ്ങൾ കണ്ടു. അടുത്ത കൂവ എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്കറിയാം കൂവയുടെ പൊടി നമ്മൾ ചെറുതിലെ കുഞ്ഞുനാളിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ്. ഇത് സ്വിച്ച് ഓൺ ചെയ്തില്ല അവിടെ. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു. എവിടെ കൊടുക്കുന്നില്ല? എവിടെ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ കണക്ഷൻ വരില്ല? ഇത് അവിടെ എവിടെ കൊണ്ട് കൊടുക്കാൻ നോക്കും. ഒരു ചെറിയ കണക്ഷൻ കൊടുക്കും. ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് തീരും. അപ്പോ ഇത് നെക്സ്റ്റ് ആയി പോയി. കണക്ഷൻ പോയി. ഓക്കെ, ബോട്ടിൽ ഗാർഡ് കഴിഞ്ഞു. കൂവ എന്ന് പറയുന്നത് ഇതാണ്. ഈ കൂവയുടെ മാവ് പോലുള്ള ഭാഗത്തിന് വലിയ ക്രിസ്റ്റലാണ് ഇതിന് കിടക്കുന്നത്. പിന്നെ ഇതിലും ലീഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ ലീഫും ഇവിടെ നോക്കിക്കൊണ്ടാണ് ഈ കെട്ടി കിടക്കുന്ന പോലെ കിടക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് ലീഫിൽ മിക്കവാറും കാണുന്നതാണ്. ഇതിന്റെ കുറച്ച് കളറും ഒക്കെ ഉണ്ട്. ആരോ റൂട്ട് എന്നാണ് ഇതിന്റെ മലയാളത്തിലെ ആരോ റൂട്ട്. നമുക്ക് മരന്റ അറന്റിനേഷ്യ ഫാമിലിയാണ്. മരാൻഡ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മരാൻഡ ലീഫും ഷൂട്ടും ആണ് ഞാൻ അതിനകത്ത് നോക്കിയിട്ടുള്ളത്. കൂവ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്. കൂവ ഉരച്ച് അതിനെ ഉണക്കി ആ പൊടിയെടുത്ത് കലക്കി ചെറുതിലെ കുഞ്ഞുനാളിലെ നമ്മുടെ ഫസ്റ്റ് ഫുഡാണ് മിക്കവാറും ഉള്ളത്. ദിസ് ഈസ് കൂവ. കൂവയുടെ ക്രിസ്റ്റൽസും കണ്ടു. നെക്സ്റ്റ് ചെക്കർമാനിസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ അധികം കേട്ടിട്ടില്ല ഇതിന്റെ പേര്. മധുരച്ചീര എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് ഇല്ലാത്ത ഒരു കാലത്ത്, അടുത്ത കാലത്ത് ഇതിന് വളരെ എന്തൊക്കെയോ ഉപയോഗിക്കരുത്, ചില ഹോസ്പിറ്റലുകളിൽ പോലും വെച്ചിരുന്നു. ക്യാൻസർ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ നല്ല ടേസ്റ്റാണ് ഇത്. വളരെ രുചിപ്രദമായിട്ടുള്ള ഒരു തോരൻ വെച്ചൊക്കെ കഴിക്കുന്നതിന് മധുരം ഉണ്ടെങ്കിലും നല്ല ഗ്രീൻ കിട്ടുന്ന ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ചീരകളിൽ ഒരു നല്ല ചീരയാണ് മധുരച്ചീര. അങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് വളരെ നാളുകൾക്ക് മുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇറ്റ് ഗ്രോസ് അപ് ടു 2 to 3 meters ആണ്. വളരെ സ്ലൈറ്റ് ആയിട്ട് അതിനകത്തൊരു ഹോളോ ആയിട്ടുള്ള തണ്ടാണ്. ലീഫ് നന്നായിട്ട് പച്ചയിട്ട് വരും. ചെറിയൊരു വട്ടത്തിലൊരു കായും പിന്നെ ചെറിയ പൂക്കളും ഉണ്ടാകും. നമ്മൾ ഈ കായൊന്നും അധികം ശ്രദ്ധിക്കാറില്ല. ഈ നെല്ലി കുക്കിയ പോലുള്ള ഒരു ഇത് വരാറുണ്ട്. ലീഫ് കണ്ടെയ്ൻസ് 18 മുതൽ 15 മുതൽ വരെ ലീഫ്ലെറ്റ് ഉണ്ടായിരിക്കും ഇതിൽ. മറ്റേ എന്താണ് പറയുന്ന കറിവേപ്പിലത്തിന് ഇതുപോലെ ഫ്ലഷിയാണ്, നല്ല ഫ്ലഷിയാണ്, കുറച്ച് കൊഴുപ്പുമുണ്ട്. അതുകൊണ്ട് നല്ല ചീരയാണ് ഇത്. ഇതിലെ ക്രിസ്റ്റൽസ് ആണ്. ആ ചീരയിലുള്ള ഇവിടെ ഒരു ചെപ്പ് പോലുള്ള ഒരു ക്രിസ്റ്റൽ ഇവിടെ കാണുന്നുണ്ട്. ഇത് ചീരയാണെങ്കിൽ അത് ചെപ്പ് പോലെ കാണും. ഇവിടെ ഉണ്ട്. ഇതിലെ അധികം അല്ലെങ്കിൽ മറ്റു ചീരകൾ നന്നായിട്ട് കാണാം. പിന്നെ മാംഗോ. നെക്സ്റ്റ് മാംഗോ ആണ്. മാവ് നമുക്കറിയാം. ഈ പിക്ചറുകളെല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് എടുത്തതാണ്, മറ്റൊന്നിൽ നിന്നും എടുത്തത്. നമ്മുടെ എൻ്റെ പുസ്തകത്തിൽ അപൂർവം 4 or 5 മാത്രമേ ഞാൻ മറ്റ് സോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളൂ പിക്ചേഴ്സ്. ഈ പിക്ചറുകൾ ഇതുപോലെ മാവിന്റെ പിക്ചറുകളായിരുന്നാലും ശരി. ക്രിസ്റ്റൽസിന്റെ ഒന്നും തന്നെ പുറത്തുനിന്നുള്ളതല്ല, കംപ്ലീറ്റ് എൻ്റെ ഒബ്സർവേഷനിൽ നിന്ന് മാത്രം കിട്ടിയ ക്രിസ്റ്റൽസ് ആണ്. പിന്നെ എനിക്ക് ഒരു സീസണിൽ ഇങ്ങനെ വളരെ കൂടുതൽ ഒരു എടുത്ത് ഞാൻ കണ്ടമാനം ഉറക്കമൊഴിഞ്ഞ് സ്റ്റഡി ചെയ്തത് കാരണം
മിക്കവാറും അന്ന് കണ്ട എല്ലാ ക്രിസ്റ്റൽസും എനിക്ക് നന്നായിട്ട് കിട്ടുന്നതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇല്ല എന്നുള്ളതല്ല. ഈ ക്രിസ്റ്റൽസ് എല്ലാം തന്നെ കാണാൻ കഴിയും, തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഇത് ഫ്രൂട്ടിൽ നിന്ന് എടുത്താണ്, മാംഗോ ഫ്രൂട്ടിൽ നിന്നാണ് ഈ ക്രിസ്റ്റൽ കിട്ടിയത്. അതായത് ഒരു ക്രിസ്റ്റൽ കുറച്ച് ഷുഗറിൻ്റെയാണ്. അഥവാ ഈ ഫ്രൂട്ട്സ് ക്രിസ്റ്റൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്രിസ്റ്റൽസിനെ ഉപരിയായിട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്റ്റൽസ് ഇനിയും കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മളിപ്പം കൂടുതൽ വെള്ളവും ഒക്കെ ഒഴുകിയെത്തുന്ന സസ്യങ്ങളുടെ മുട്ടിൽ അവ ഒബ്സർവ് ചെയ്യുന്നതിന് അനുസരിച്ച് എലിമെന്റ്സിന്റെ അളവ് കൂടുതൽ വ്യത്യാസം വരാം. എന്നാലും അവയൊന്നും തന്നെ ഒരു സസ്യവും അതേ രൂപത്തിലല്ല എടുക്കുന്നത്. ഒരൊറ്റ സസ്യം പോലും ഒരു എലിമെന്റിനെ അതിൻ്റെതായ രൂപത്തിലാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യേക സ്റ്റഡി ചെയ്തിട്ട് ഈ ഹോമിയോപ്പത്തിക് മെഡിസിൻസിന് എല്ലാ എലിമെന്റ്സ് ആണല്ലോ, അപ്പൊ എനിക്ക് ഇത് എന്തെങ്കിലും ഡെലീഷൻ നടക്കുന്നു, എന്തെങ്കിലും അഡീഷൻ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള സെർച്ചിങ്ങിലേക്ക് എന്നെ നയിച്ചത് ഇങ്ങനെയാണ്. അതിനു വേണ്ടി ഞാൻ ഈ സൈലീഷ്യ എന്ന് പറയുന്ന മരുന്ന് തന്നെ കൂടുതൽ എടുത്തതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരോടും എന്നോട് ചോദിച്ചില്ല, എന്നാണ് ഞാൻ പറയാം. പക്ഷെ എന്തുകൊണ്ടാണ്, അതിൽ ഒരു വേർഡാണ് അസിമുലേറ്ററി കപ്പാസിറ്റി ഉള്ള. ഇതിനകത്ത് വേറെ മെറ്റീരിയൽ ഒരു ബുക്കും ഞാൻ കണ്ടില്ല, ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ അസിമുലേഷൻ ഓഫ് ദ ഫുഡ് മെറ്റീരിയൽസ് ഫോർ മെറ്റബോളിസം എന്നാണ് സൈലീഷ്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സൈലീഷ്യ നമുക്ക് ആവശ്യമില്ല, ബ്ലഡ് സെൽസിൽ കുറച്ച് കാണുന്നുണ്ടെങ്കിലും ഒരു എസെൻഷ്യൽ എലിമെന്റ് അല്ല, ഒരു ആവശ്യമുള്ള ഒരു എലിമെന്റ് അല്ല സൈലീഷ്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അന്ന് അടുത്ത് ഞാൻ എന്നെ ക്ലാസ്സുകളിൽ എക്സ്പെരിമെന്റിൽ ഞാനത് സൈലീഷ്യ എന്തുമാത്രം അപകടങ്ങൾ വരുത്തുന്നതാണ് അല്ലെങ്കിൽ എന്തുമാത്രം ഗുണപ്രദമാണെന്ന് ഞാൻ പറയാം. ഇന്ന് ഈ ഹോമിയോ ഇപ്പൊ ഞാൻ എടുത്തു പറയാന്ന് പറഞ്ഞാൽ നമുക്ക് അധികമായിട്ട് ഹോമിയോ മരുന്നുകൾ ഇങ്ങനെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിലായിരുന്നാലും അനിമൽസിലായിരുന്നാലും പ്ലാന്റ്സിലായിരുന്നാലും ഒരു നല്ല കാര്യമല്ല. ആയിരുന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അങ്ങനെ തന്നെ അത് ഡെവലപ്പ് ആകുമായിരുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും വിട്രാ ചെയ്ത് നമ്മൾ പിന്നിലേക്ക് പിടിക്കുന്നു, അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും അത് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടിയുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൽക്കേറി ആയിരുന്നാലും ശരി, സൈലീഷ്യ ആയിരുന്നാലും ശരി, മഗ്നീഷ്യം ആയിരുന്നാലും ശരി. കാരണം ഹോമിയോപ്പത്തിക്കലി ആ മെഡിസിൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും എന്തല്ല എന്ന് പറയാനാണ് ഞാൻ ഈ പുസ്തകത്തിൽ കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം അതാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ മൈക്രോ എലിമെന്റ്. പ്ലാന്റ്സിന് പോലും മൈക്രോ ന്യൂട്രിയൻസ് അല്ല. ഇപ്പൊ മെഗ്നീഷ്യം ഞാൻ ഉപയോഗിച്ചു, മൈക്രോ ന്യൂട്രിയൻസിന്റെ ആയിട്ടല്ല അത് പ്രവർത്തിച്ചത്. ഇപ്പൊ മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സാധാരണ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം. അത് നല്ല ഗ്രീൻ ഉണ്ടാക്കും, പെട്ടെന്ന് പ്രകടമായി കാണാം. അല്പമാത്രം ഉപയോഗിക്കണമെങ്കിൽ, കൂടുതൽ കൊടുത്ത് ചീഞ്ഞു പോകും. അല്പമാത്രം ഉപയോഗിക്കണമെങ്കിൽ നല്ല ഗ്രീൻ കളർ കാണാം. പക്ഷെ അത് മഗ്നീഷ്യം കൊടുത്ത് ഞാൻ ഒരു ഭാഗത്തിന്റെ നല്ല മഞ്ഞ നിറം വട്ടത്തിൽ ഏതാണ്ട് ഡീക്കെ ആയി തുടങ്ങിയ ഭാഗം റീജുവനേറ്റ് ചെയ്ത് വന്ന് കാണാൻ എനിക്കിടയായി. ആക്ഫോസ് നല്ലവണ്ണം 2-3 ടാബ്ലറ്റ് എടുത്ത് 6x എടുത്ത് നല്ല സക്കസ് ചെയ്ത് ഒരു 1 ounce ആക്കി അതിനെ ഈ പ്ലാന്റ്സിനെ മൂട്ടിലൊഴിച്ചു. അത് ശരിക്കും ആ യെല്ലോ കളർ തന്നെ ഇങ്ങനെ റിക്കവർ ചെയ്ത് ഗ്രോത്ത് അങ്ങനെ ഒരിക്കലും വരില്ലെന്നാണ് ഈ അഗ്രികൾച്ചറിസ്റ്റ് പറയുന്നത്. ഡെഡായി ഡീക്കെ ആയി ഇങ്ങനെ ഭാഗം ചീഞ്ഞ് തുടങ്ങിയ ഭാഗം റീജുവനേറ്റ് ചെയ്ത് വരെയില്ല പ്ലാന്റ്സിൽ. പക്ഷെ അത് വന്നു, ഞാൻ കണ്ടു. അതൊക്കെ നമുക്ക് ആ ഒരു നല്ല ഒരു റിസൾട്ടായിരുന്നു. അപ്പൊ അതേപോലുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിൽ ഹോമിയോപ്പതിക്കായിട്ടുള്ള ആക്ഷനാണ് നടക്കുന്നത്, എലിമെന്റലായിട്ടുള്ളതല്ല എന്നാണ്. ഈ മാംഗോ സൈലീഷ്യ 30 ആണോ ഉപയോഗിക്കുന്നത്? സൈലീഷ്യ എല്ലാം 1 പൊട്ടൻസിയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. 200 30 ഞാൻ അധികം എടുത്തിട്ടില്ല. 30ക്കൊന്നും പ്ലാന്റ്സിൽ അത്ര ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ചെറിയ മേശപ്പുറത്ത് വെച്ച് ടെസ്റ്റ് ചെയ്തതിലും 30 ഞാൻ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ട് വണ്ണമാണ് ഞാൻ കൂടുതലായിട്ടും 1M 10M 50M. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇപ്പോൾ 22 തീയതി ഉണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഇത് എടുത്ത് കാണിക്കുന്നുണ്ട്. 50M സൈലീഷ്യയുടെ നിന്ന് മാത്രം ഡെപ്പോസിറ്റ് ചെയ്ത കുറച്ച് ക്രിസ്റ്റൽസ് ഞാൻ അന്ന് കാണിച്ചിരുന്നു. അപ്പൊ അത് ഹൈയർ പൊട്ടൻസീസ് ആണ് കൂടുതൽ സെൻസിറ്റീവായി വരുന്നത് പ്ലാന്റ്സിൽ. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് അവയുടെ ചേഞ്ചസ്, ക്രിസ്റ്റലി ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ മാംഗോ നമുക്ക് വലിയ പ്ലാന്റ്സിനും കുറച്ച് മതി. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത ഡോക്ടേഴ്സ് പറയുന്നില്ലേ, അധികം ഒന്നും വേണ്ട, 2-3 പെല്ലറ്റ്സ് ആണ് സാധാരണയായിട്ട് മൂട്ടിൽ ഇതിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പൈസ ഇതിന്റെ ഈ ഇത് പോയതെങ്ങനെ? ഓക്കെ. അപ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട്സിന്റെ. മാംഗോ എന്ന് പറയുന്നത് നമുക്കറിയാലോ. അതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. വൈറ്റമിൻ എ, ബി, സി 3 ഉണ്ട്. ഈ ഫ്രൂട്ട് ഒരു ഔഷധം എന്നുള്ള നിലയിൽ മാംഗോ വളരെ കൂടുതലുണ്ട്. സ്ത്രീകൾക്ക് മെൻസ്ട്രുവൽ ബ്ലീഡിങ്ങിന് ഈ മാഞ്ചിഫറ എന്ന് പറയുന്നതിൽ നിന്നൊരു മെഡിസിൻ ഉണ്ട്. മാഞ്ചിഫറ എന്ന് പറയുന്ന മാവിന്റെ ഇല തന്നെ, മാവ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിൽ. അത് മെൻസ്ട്രുവൽ ബ്ലീഡിങ്ങിന് നല്ലതുമാണ്. എനിക്കൊരു കേസും കണ്ടിട്ടുണ്ട് ഞാൻ മാഞ്ചിഫറ. അപ്പം അതുപോലെ തന്നെ സ്കിൻ കംപ്ലയിൻസിന് അൺറൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട് പഴം എടുത്തിട്ട്
ആൻസ്ട്രിഞ്ചിന്റെ ടോണിക്കാണ്, ഇതിന്റെ നല്ല ടോണിക്കാണ് ഇതിന് ഇടിച്ച് ചതച്ചത്. പിന്നെ മാംഗോ ഫ്രൂട്ടി ആയിട്ടൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ യൂസ്ഫുൾ ഇൻ പ്രിവെന്റ് ഡിസീസസ് ഫ്രം ഗം ആൻഡ് മൗത്ത്. ഇല, പണ്ട് കാലത്ത് ഇല കൊണ്ട് മാത്രം പല്ല് തേച്ചിരുന്നു, അത് ഇപ്പോഴും നല്ലതാണ്. മാവിന്റെ ഇല ഉപയോഗിക്കുന്നതുകൊണ്ട് ഗമ്മ്, അതായത് മൂണയ്ക്കും പല്ലിനും വരുന്ന അസുഖങ്ങൾക്ക് എപ്പോഴും നല്ലതാണ്. പിന്നെ സെല്ലുലോസ് ധാരാളമായിട്ടുണ്ട്. ഫ്രൂട്ട്സ് നമുക്കറിയാം, ഇതിന്റെ അണ്ടിക്കകത്തുള്ള ആ പരിപ്പ് പോലും നമ്മൾ ഒരു കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. മാങ്ങയുടെ സീസൺ വരുമ്പോൾ മാങ്ങയാണ്, ചക്കയുടെ സീസൺ വരുമ്പോൾ ചക്ക. അങ്ങനെ കേരളീയരായ നമ്മൾക്ക് നല്ലോണം സമ്പുഷ്ടമായിട്ട് സെർവ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ മരങ്ങൾ. പക്ഷെ ഇപ്പൊ അധികം ഒന്നും കാണുന്നില്ലെങ്കിലും ഇപ്പോഴും നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ മാങ്ങയൊക്കെ ഇപ്പോൾ വലിയ വിലയാണ്. അപ്പോൾ മാങ്ങയെക്കുറിച്ചുള്ള ഇത് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന മാഞ്ചിഫറിൻ എന്ന് പറയുന്ന ആ മെഡിസിൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലീഡിങ്ങിന് കൊള്ളാം. ഈ സ്പോഞ്ചി ആയിട്ടുള്ള പാർട്ടാണ് ഇതിനെ കൂടുതലായിട്ടും ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഹോമിയോപ്പതിക്കലായിട്ട് കാണുന്നത് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അടുത്തത് ബനാന, മൊന്തങ്ക. നമ്മൾ സാധാരണ പച്ചക്കറികളിലൂടെ ഉപയോഗിക്കുന്ന, പഴത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു കായാണ് ഇത്. ഇത് ഗ്രീനാണ് ഉപയോഗിക്കുന്നത്. മിനറൽസ്, സ്റ്റാർച്ച്, എല്ലാം വൈറ്റമിൻസ് ഇതിൻ്റെ കൂടുതലുണ്ട്. ഇതിന് നല്ല ഒരു ക്രിസ്റ്റൽ എനിക്ക് കിട്ടി. വേറെ ക്രിസ്റ്റൽസ് ഉണ്ട്. അടുത്തത് കാണാം, അതുകൊണ്ടല്ലേ ഈ പഴത്തിന്റെ ഷേപ്പിൽ തന്നെ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് വലിയ ക്രിസ്റ്റൽസ്. താഴെ കാണുന്നത് ഒരു മൊസൈക്ക് പ്ലാറ്റ്ഫോം കിടക്കുന്നത് പോലെ വലിയൊരു ക്രിസ്റ്റൽ കിട്ടി. ഇതെല്ലാം ഇതാണ് മൊന്തൻക. നെക്സ്റ്റ് മുരിങ്ങക്ക അല്ലെങ്കിൽ മോരിങ്ങ ഡ്രം സ്റ്റിക്ക്. മൊരിങ്ങ ഒളിഫറ എന്നാണ് ഇതിന്റെ പേര്, മൊരിങ്ങ ഒളിഫറ. ഗ്രോയിങ് അറ്റ് ഹൈറ്റ് ഓഫ് 5 മുതൽ 10 മീറ്റർ വരെ ഇത് വരും. ഇതിന്റെ ലീവ്സ് ഏറ്റവും കൂടുതൽ, ലീഫിലെ കറികളിൽ ഏറ്റവും ഉത്തമമായത് ഏതെന്ന് ചോദിച്ചാൽ മുരിങ്ങയിലയാണ്. അതിലൊരു അല്പം മെർക്കുറി ഉണ്ട് പക്ഷെ മറ്റ് അതിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് അധികം ഇത് പച്ചയ്ക്ക് അധികം കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നാലും ഇത്രയും സമ്പുഷ്ടമായ പ്രോട്ടീനുള്ള ഒരെണ്ണം ലീഫ് മുരിങ്ങയിൽ മാത്രമാണ്. പിന്നെ ബാക്കിയെല്ലാം ഇതിന്റെ പിന്നിലേ നിൽക്കുകയുള്ളൂ, നമ്മുടെ പച്ച ചീര ഉൾപ്പെടെ, നേരത്തെ പറഞ്ഞ ഉൾപ്പെടെ. ലീവ്സ്, പോഡ്സ് ആർ റിച്ച് ഇൻ വൈറ്റമിൻ എ. പിന്നെ മെഡിസിനലായിട്ട് ഇതിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞത് ഫ്ലവേഴ്സ് ആണ്. ഈ പൂക്കൾ ഇങ്ങനെ എണ്ണയിലിട്ട് വർണ്ണത്തിനും ചിറകിനും തലയിലുള്ള ചിറങ്ങിനൊക്കെ സാധാരണ സ്ത്രീകളും കുഞ്ഞുങ്ങൾക്കും എണ്ണ കാച്ചി തേക്കുന്നതിന്, ദേഹത്ത് വെറുതെ തേച്ച് കുളിപ്പിക്കുന്നതിനൊക്കെ ഈ മുരിങ്ങയുടെ പൂവ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് റൂട്ട് അത്ര ഉപയോഗമില്ല, എങ്കിലും റൂട്ട് ചതച്ചിട്ട വെള്ളം മറ്റു പല ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മുരിങ്ങ സമൂലമായിട്ട് ഒരു നല്ല ഔഷധമാണ്. വളരെ വലിയ ഔഷധത്തിന്റെ സസ്യമാണെങ്കിലും മുരിങ്ങ ചെറിയ സസ്യത്തെ പിഴുത് മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന പോലെ വേര് മുതൽ രണ്ടും കായും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇൻഫൻസിലും ചിൽഡ്രനിലും കുട്ടികൾക്കും ഒക്കെ ഇത് വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ ഇതിന്റെ എണ്ണ ഉപയോഗിക്കാം. പൂക്കളും പ്രത്യേകമായിട്ടും നമുക്ക് കറിക്കും ഉപയോഗിക്കാം. നല്ല കാൽഷ്യമാണ് ഇതിന്റെ പ്രത്യേകത. പല സാധനത്തിലും കാൽഷ്യം ഉണ്ട്. പക്ഷെ എന്താണ് പ്രത്യേകത? ഓരോ സസ്യത്തിന്റെയും കാൽഷ്യം വേറെയാണ്. ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾക്കറിയാം, ഇപ്പൊ കാൽഷ്യത്തിന് ഒരു ഏജിങ് ഒക്കെ ഉണ്ടല്ലോ എല്ലാ പദാർത്ഥങ്ങൾക്കും, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷെ ഈ സസ്യങ്ങളിൽ വെച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതിനകത്ത് വാട്ടറിങ് ആണോ, അവയുടേതായ മോളിക്കുലർ സ്ട്രക്ചറിലെ കെമിസ്ട്രിയിൽ കെമിക്കൽസ് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എഥിലീനും ഈഥയിലും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാർബണിന്റെ ഓരോ പൊസിഷനിൽ വരുന്ന ഹൈഡ്രജന്റെ അറ്റാച്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ ഓക്സിജന്റെ അറ്റാച്ച്മെന്റ് ആണ്. വെറും കാർബണിന്റെ ഏത് പൊസിഷനിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ കാർബണിലാണ് അതേക്കുന്നത് HCl എന്ന് പറയാം, CH3 CH2OH. ഇപ്പൊ ഗ്ലൂക്കോസും ഫ്രക്ടോസും എല്ലാം എന്താണ്, രണ്ടും ഒന്നുപോലെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. പക്ഷെ ഫ്രക്ടോസ് വേറെയാണ്. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് അല്ല. അപ്പൊ ഗാലക്ടോസും ഉണ്ട് ഫ്രക്ടോസിൽ. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ കാണുന്ന, പഴത്തിൽ കാണുന്ന ഷുഗറാണ്. പക്ഷെ അതിൽ ഒരു ഗ്ലൂക്കോസും ഒരു സുക്രോസും ആണുള്ളത്. ഗ്ലൂക്കോസ് ആണുള്ളത്. ഇപ്പൊ സുക്രോസ് എന്ന് നമുക്കറിയാം സാധാരണ പഞ്ചസാരയാണ്. ഈ ഫ്രൂട്ട്സിലെല്ലാം നന്നായിട്ട് ഷുഗർ ഉണ്ടെങ്കിലും അവയുടെ ഘടകങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവയിൽ നമ്മൾ ഫൈറ്റോകെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം ബീറ്റ സ്റ്റേജ് പൊസിഷൻ ഏതാണ്, ആൽഫ സ്റ്റേജ് പൊസിഷൻ ഏതാണ് എന്നൊക്കെ. അപ്പൊ അതുപോലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാൽസ്യം മുരിങ്ങയിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം ഒരുപക്ഷെ, മുരിങ്ങയിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം ഒരുപക്ഷെ നമുക്ക് പച്ചക്കറി മറ്റൊരു ലീഫിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല. ഇനി ഇത് അതിന്റെ ക്രിസ്റ്റലാണ്. മുരിങ്ങ എന്ന് പറയുന്ന ഇവിടെ എല്ലാം ഈ ഒരു ബുക്കിന്റെ കെട്ട് വെച്ചിരിക്കുന്ന പോലെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം മുരിങ്ങയിൽ വരുന്ന ക്രിസ്റ്റൽസ് ആണ്. ഇതിൽ ഞാൻ മിനറൽസ്, ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ത്രൂ ഔട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? കാരണം ക്രിസ്റ്റൽസ് ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് ഓർഗാനിക് ആണോ ഇൻഓർഗാനിക് ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അവയെല്ലാം തന്നെ എന്താണ്, ഇതിന്റെ ഘടകങ്ങളാണ്, ചെറിയ ചെറിയ ഘടകങ്ങളാണ്.
കോമൺ ആയിട്ട് പലതും കാണുന്നുണ്ടെങ്കിലും അവയ്ക്ക് അതിൻ്റെതായിട്ടുള്ള യുണൈക്നെസ് ഉണ്ട്. എല്ലാ ലീഫിനും ഉണ്ട്. അതുപോലെ തന്നെ പഴങ്ങൾക്കും ഉണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഈ പച്ചക്കറികളെ എടുത്ത് കാണിക്കുന്നത്. പച്ചക്കറികൾക്കും അതുപോലെ തന്നെ. ഇതൊരു വലിയ ഗ്ലാസി ക്രിസ്റ്റലാണ്, സൊല്യൂബിളാണ്, വാട്ടർ സൊല്യൂബിളാണ്. ഇതെല്ലാം ഫ്രൂട്ടാണ്. അതിൻ്റെ അകത്തിരിക്കുന്ന ആ പച്ചയും മറ്റും ഒക്കെയാണ്. ആ ക്രിസ്റ്റലുണ്ട് ഒരു വലിയ സാൾട്ട് ക്രിസ്റ്റൽ പോലെ വലിയ നല്ല ഗ്ലാസിയാണ്. ഇനി ചീര, പച്ചച്ചീര. ഇത് അമരാന്തസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അമരാന്തസ് സ്പീഷീസിൽ വരുന്നതാണ്. ഓൾ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിൽ വ്യൂ ചെയ്തതും ഓൾ ലീഫാണ്. വെജിറ്റബിൾസ് റിസംബിൾസ് ഇൻ റെസ്പെക്ട് ഓഫ് റെഡ് അമരാന്തസ്. ഇത് റെഡ് ചുവന്ന ചീരയെ പോലെ തന്നെ. പക്ഷേ ചുവന്ന ചീര കൂടുതലായിട്ട് അയണുണ്ട്. അതിനകത്തിരുന്ന സയാനിന് കളറ് അത് നല്ലതാണ് കൂടുതലായിട്ട്. എന്നാലും പച്ചച്ചീരയാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത്. രണ്ടും മികച്ചു നിൽക്കുന്നതാണ്. നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നവർക്ക് എപ്പോഴും കഴിക്കാൻ ഈ പച്ചച്ചീര കൂടുതലായിട്ടും നല്ലതാണ്. ഈ ഗ്രീനിൽ കിട്ടുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു ഘടകം. ഇപ്പോൾ പലരും ഈ ഫുഡ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം പ്രോഡക്ട്സ് ഇറങ്ങുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും ക്ലോറോഫിൽ എന്നൊക്കെ പറയുന്നതിന് വലിയ വില കൊടുത്താണ് വിൽക്കുന്നത്. കാര്യം എന്താ പറയുക, നമുക്കിന്ന് ലഭിക്കാത്തതിൽ ഏറ്റവും ദുർലഭമായിട്ട് പോയത് ഈ ക്ലോറോഫിലാണ്. നമുക്കൊരു കാലത്ത് നമ്മുടെ ഗട്ടിന് ക്ലോറോഫിൽ കണ്ടമാനം കിട്ടിയിരുന്നു, പച്ചയൊക്കെ കഴിച്ച്. ഈ ക്ലോറോഫിലിന് ധാരാളമായിട്ട് വേണ്ട ഒന്നാണ്. കാരണം അതിനകത്ത് എന്തുണ്ട്, ഒരു ക്ലോറോഫിൽ മോളിക്യൂൾ എന്ന് പറയുന്നത് 6 മെഗ്നീഷ്യം മോളിക്യൂൾസ് ചേർന്നതാണ്. അപ്പം മെഗ്നീഷ്യം ധാരാളമായിട്ട് കിട്ടണമെന്നുണ്ട്. ഇന്ന് കാലത്ത് പെയിനും വേദനയും ഷുഗറും ഒക്കെ വരുന്നതിന് പ്രധാന കാര്യം ബോഡി പെയിനും പ്രമേഹത്തിൻ്റെ തന്നെ എല്ലാ ലക്ഷണങ്ങൾക്കും മെഗ്നീഷ്യം നല്ലൊരു സാൾട്ടാണ്. അപ്പം മെഗ്നീഷ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചീര നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പച്ച കിട്ടുന്നതിന് ഈ ചീരയാണ്. ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, ചീര എന്ന് പറയുന്ന ഒരു നാക്കിൻ്റെ പോലെ ഒരു ക്രിസ്റ്റൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനെ അങ്ങനെ ഞാൻ പുസ്തകത്തിൽ ഒരു സൈഡ് വ്യൂവിലൂടെ ഒരു തമാശ ഞാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇതിൽ എനിക്ക് കൂടുതൽ കാണാൻ പറ്റും. ഇങ്ങനെ തന്നെ കണ്ടത് ഈ ചിരവനാക്ക് പോലെ കുറച്ച് ക്രിസ്റ്റൽസ് കാണാൻ കഴിയും. ഇതിലും കണ്ടോ, ഇവിടെ കണ്ടോ ആ ചെപ്പ്, നല്ലൊരു ചെപ്പ്. ഇങ്ങനെ പഴയ ചെപ്പ്, ഈ കുട്ടികളുടെയൊക്കെ പൗഡറൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ചെറിയ ചെപ്പ്. ആ ചെപ്പ് പോലുള്ള ഒരു സാധനമാണ് ഇതിലും കണ്ടു, ചീരയിലും കണ്ടു. ചീരയിലെല്ലാം കണ്ടു, 3 ചീരയിലും അത് കാണാൻ കഴിഞ്ഞു. ഇത് ഓൾഡാണ്. ഈ മോളിൽ കാണിക്കുന്ന ചിരവ എന്ന് പറഞ്ഞാൽ വെച്ചിരുന്ന ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് വളരെ 10 കൊല്ലം 4-6 കൊല്ലം വരെ വെച്ചിരുന്നിട്ട് ആ സൊല്യൂഷൻ നല്ല കോർക്കട്ടൊക്കെ വെച്ചിരുന്നുണ്ട്. ആ കുറേ സൊല്യൂഷൻ എനിക്ക് കിട്ടി. കുഞ്ഞു കുപ്പിയിൽ മാത്രം വെച്ചിരുന്നതാണ്. എന്നിട്ടും അതിൽ നിന്നാണ് എനിക്ക് വളരെ ലേറ്റായിട്ട് അല്ലെങ്കിൽ പഴയ ഒരു സൊല്യൂഷൻ എന്നാണ് ഈ ക്രിസ്റ്റലിൽ വേർതിരിഞ്ഞ് കിട്ടിയത്. താഴെയുള്ളതിലൊന്നും അങ്ങനെയുള്ള ഒരു ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, എന്നാലും ഇതുപോലെ കണ്ടിട്ടില്ല. ലീഫാണോ ഇത്? ഒരു തണ്ടിൽ 5-6 ലീഫ് നിൽക്കുന്നവരെയാണ് ഈ ക്രിസ്റ്റൽ രൂപപ്പെട്ട് വരുന്നത്. ഇത് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു ഐഡന്റിറ്റിയാണ്. ഇത് ഈ ലീഫിൽ ഇങ്ങനെ ഒരു തണ്ടിൽ ലീഫ് നിൽക്കുന്നവരെ, ഒരു പൂ നിൽക്കുന്നവരെയൊക്കെ ആയിട്ട് ക്രിസ്റ്റൽസ് വരുന്നത്. ഇതെല്ലാം എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പറയുന്നത് ഈ ഗ്രീന് ലീഫ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ആണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അല്ലെങ്കിൽ ഇവിടെ വന്ന ചേഞ്ചസിൻ്റെ എല്ലാം കാരണം എന്ന് എനിക്ക് കൊണ്ടുവരാൻ കഴിയണം. ഞാനത് പറയുന്നുണ്ട്, എനിക്കത് കഴിയാൻ മതിയായിരുന്നു. എങ്ങനെ കഴിയുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. എന്നാലും ഞാൻ അങ്ങനെ കാണുന്നു ഇത്. അതായത് നമ്മളിപ്പോൾ നിരുപയോഗ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ കാലത്ത് ഡി ഫ്രീസ്, വിർഷോ എന്ന് പറയുന്ന 2 വ്യക്തികൾ പറഞ്ഞിരുന്നു. അതായത് ഉപയോഗിച്ചാണ് ജിറാഫിന്റെ കഴുത്ത് നീണ്ടതെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. അതേപോലെ ഉള്ള വ്യതിയാനങ്ങൾ ഒരുപക്ഷെ വോൾക്കാനോ എന്ന് പറയുന്ന വലിയ ഭൂകമ്പങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ, അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന എന്താ പറയുന്നത് അഗ്നി പർവ്വതങ്ങളിൽ നിന്നുണ്ടാകുന്ന മിനറൽസിന്റെയും മെറ്റൽസിന്റെയും കണ്ടമാനമായ അതിപ്രസരം മൂലമായിരിക്കാം ഈ ജീവജാലങ്ങൾ ഇങ്ങനെ ചെറുതായി പോയതും വലുതെല്ലാം നശിച്ചു പോയതും പരിണമിച്ചതും ഒക്കെ. DMA പോലുള്ള ചേഞ്ചസിന് ഏറ്റവും കൂടുതൽ മിനറൽസ് നല്ല ഒരു പാർട്ട് വഹിക്കുന്നതാണ് എന്ന് തോന്നുന്നു. അടുത്ത പപ്പായ. കരീക്ക പപ്പായ നമ്മൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇത് പപ്പായയുടെ ഇലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതിന്റെ ഇലയിൽ എണ്ണ കാച്ചി ഉപയോഗിച്ചിരുന്ന മിക്കവാറും എല്ലാ സ്കിൻ കംപ്ലൈൻറ്റ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരു വിവരം എനിക്ക് കിട്ടിയത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. വളരെ നല്ല ഒരു അതാണ് പപ്പായയുടെ ലീഫ്. അതിനകത്തുള്ള ആ സാൾട്ട്സ് വളരെ പ്രധാനമാണ്. ചുടുക്കി ഉണക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർന്ന് കരിച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ് എണ്ണ കാച്ചി. അപ്പോൾ ഈ പപ്പായ വളരെ കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. എവറി പാർട്ട് ഓഫ് ദിസ് പ്ലാന്റ് നമ്മൾ ഈ സസ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരു കറ വലിച്ചു വരും. അതാണ് പപ്പൈൻ എന്ന് പറയുന്നത്. അതിന് വളരെ വിലയാണ്, അതിനും നല്ല വിലയാണ്. ആ പപ്പയുടെ കറ മാത്രം എടുക്കുന്നതിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. പെപ്സിനാണ് കാരണം. പെപ്സിൻ എന്ന് പറഞ്ഞാൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് പെപ്സിൻ വളരെ കുറവാണെന്ന് കുളലിൽ. നമ്മുടെ ആമാശയത്തിൽ പെപ്സിൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ദഹിക്കുകയുള്ളൂ. പെപ്സിനാണ് ഇതിന്റെ മിക്കവാറും ദഹന
ദഹന ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ദഹന സ്രവങ്ങളിൽ പ്രധാനം. അപ്പൊ ആ പെപ്സിന്റെ കുറവാണ് നമ്മളെ ദഹനം. ഒരാൾ മുമ്പിനോട് പറഞ്ഞു എന്താണോ ദഹനത്തിനെ സഹായിക്കുന്നത് അതാണ് മരുന്ന്. വളരെ ഉളുക്കുന്നവരെ ഒരു ഹോസ്റ്റലില് ഞങ്ങള് ഒരു സുഹൃത്തോട് സംസാരിച്ചു വന്നപ്പോൾ വിളുക്കാറായപ്പോൾ ഒരു വയസ്സായൊരു വൈദ്യം നടന്നു വന്നു. അദ്ദേഹം അവിടെ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നേരെ പുലരി ആയതേ ഉള്ളൂ. അന്നേരം അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയോ മോശമായ ഒരു വാക്കും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു, ദഹനത്തിനുള്ളതാണ് മരുന്ന്. ഞങ്ങൾ അന്ന് ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വൈദ്യമൊക്കെ. അപ്പൊ ഇദ്ദേഹം വന്ന് ഈ വാക്കും പറഞ്ഞിട്ട് പോയി. പക്ഷെ അത് യഥാർത്ഥത്തിൽ സത്യമാണ് അല്ലേ? ദഹനം എന്ന് പറഞ്ഞാല് ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന അഗ്നി. അതിങ്ങനെ അഗ്നി ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എല്ലാം ദഹിപ്പിച്ചു കളയുന്നു. പാമ്പ് എന്തെല്ലാം എടുത്ത് വിഴുങ്ങുന്നു. അവയ്ക്ക് തൊണ്ടയിലുള്ള അസ്ഥികളെ പോലും അസ്ഥി ഇല്ല യഥാർത്ഥത്തിൽ. ഇങ്ങനെ വലിയ അതിനേക്കാളും 4 ഇരട്ടി വലിപ്പമുള്ള സാധനത്തിനെ അങ്ങനെ വിഴുങ്ങുന്നു. പക്ഷികള് എന്താണ് ചുമ്മാ അവ രുചിക്കുന്നില്ല, ടേസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ വയ്യ. ജീവനോടെ ഇങ്ങനെ വിഴുങ്ങുകയാണ്. അതൊക്കെ ദഹിച്ച് എല്ലൊക്കെ പൊടിഞ്ഞ് വലിയ ആടിനെയും മാടിനെയൊക്കെ വരുമ്പോൾ വിഴുങ്ങിയാലും 1, 2, 3, 4 ദിവസം പിന്നെയും ഭക്ഷിക്കാതിരിക്കുന്നു. അത് എങ്ങനെ ദഹിക്കുന്നു? ദഹനഗ്രന്ഥിയിൽ നിന്നുള്ള ദഹന സ്രവങ്ങളാണ് ഏറ്റവും വലിയ കെമിക്കൽ. അവയെ വിടാനായിട്ട് മറ്റൊന്നുമില്ല. അതേസമയം അവ നമ്മെ ദഹിപ്പിക്കരുത്. നമ്മുടെ കുടലിനെയോ നമ്മുടെ ഭിത്തികളെയോ യാതൊരു ദോഷം വരുത്തുന്നുമില്ല. അതെങ്ങനെ ആ ഒരു തടഞ്ഞു നിർത്തുന്ന ആ പ്രവണത അല്ലെങ്കിൽ ടെൻഡൻസി നിൽക്കുന്നു? അതിനെയാണ് നമ്മൾ എപ്പോഴും കുടൽ എന്ന് പറയുന്നത്. ഇടൽ എന്നല്ല കൂടൽ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ മലയാളം തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ തൊടുന്നില്ല. നാം കഴിക്കുന്ന ഒരു പദാർത്ഥവും ഒരു തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് പോലെ മാത്രമേ ഒരു പോർഷൻ നമുക്ക് സ്കാനിങ്ങിലൂടെ ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ? അത് നമ്മൾ നോക്കുമ്പോൾ അകത്ത് കുറെ ടൊമാറ്റോ അടിക്കടിക്കടിക്കടി ഇങ്ങനെ വെച്ചിരിക്കുക. അങ്ങനെ അതുപോലെയാണല്ലോ നമ്മൾ ഇൻറ്റസ്റ്റൈനൽ പ്രാഷൻ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് പറയുന്നത്, ഒരിക്കലും എന്തെങ്കിലും പദാർത്ഥങ്ങൾ ഒരു നെല്ലിന്റെ അളവെങ്കിലും അകത്തോട്ട് ചെന്നാൽ മാത്രമേ അവിടെ ഒരു അല്പം അത് ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ, അവിടെ അത് റിസീറ്റ് ചെയ്യുന്നുള്ളൂ. എന്നാൽ തന്നെ അത് തൊടാതെ വളരെ കൂടുതൽ പോകുന്നു. ഇൻറ്റസ്റ്റൈനെ കുറിച്ച് നമ്മൾ ധാരാളമായിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നമ്മളെല്ലാം ഹോമിയോ മെഡിസിൻസ് ഉപയോഗിക്കുന്നു, നമ്മുടെ നാക്കിലൂടെ ഉപയോഗിക്കുന്നു, നമ്മുടെ ഈസോഫാഗസിനെ എത്തുന്നു പോലുമില്ല. ബ്ലഡ് സെൽസിൽ വരുന്നു, സെൻറ്റിൻ നെർവ്സിലൂടെ ആക്ട് ചെയ്യുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ഈ കുടലിന്റെ ആ ഭിത്തിയും അതിന്റെ അബ്സോർബിറ്റീവ്സിന്റെ പവറും ഒക്കെ കണ്ടിട്ട് വേണം നമ്മുടെ മെഡിസിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് പറയാം. നമ്മൾ ടിഞ്ചർ കൊടുക്കുന്നതിന് 2 3 ഡ്രോപ്പ് കൊടുക്കുന്നു. എങ്ങനെ വർക്ക് ചെയ്യുന്നു? അപ്പോൾ ഈ പപ്പായ പിന്നെ ഒരു ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി മാലിക് ആസിഡ്, ഇതിന്റെ സീഡ്സിനെ വരെ ഉപയോഗിക്കുന്നത്. പപ്പായയുടെ സീഡ്സ് അടിച്ച് പൊടിച്ചിട്ട് അതിനെ ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു നല്ല ആൽക്കലോയിഡാണ് ഇത് കണ്ടിരിക്കുന്നത്, കാർപ്പൈൻ എന്ന് പറയുന്നത്. ഈ കരീക്ക പപ്പായ എന്ന് പറയുന്ന നമ്മുടെ ഒരു ടിഞ്ചറുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് വളരെ കൂടുതൽ ഉപയോഗിച്ചിരുന്നു. ഈ ഡെങ്കി ഫീവറൊക്കെ വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. ഇപ്പോഴും നല്ലൊരു ഇതാണ്. അത് ആൽക്കലോയിഡാണ്. കാരണം കാർപ്പൈൻ എന്ന് പറയുന്ന അതിനകത്തുണ്ട്. ആ ടിഞ്ചറിൽ നന്നായിട്ട് സുലഭമാണ്. വൈറ്റമിൻസിന്റെ ഇയും ഡിയും ഉണ്ട്, സിയും ഉണ്ട്. ADEK എന്ന് പറയുന്ന വൈറ്റമിൻസ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. B ഉണ്ട്, E ഉണ്ട്, D ഉണ്ട്. അപ്പൊ എന്താണ് ഈ പപ്പയ എന്ന് പറയുന്നത്? ശരിക്കും ഓയിലുമായി ചേർന്ന് ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് വൈറ്റമിൻസ് ഓയിൽ സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് കൂടുതലുള്ളത്. പപ്പയ എങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ടാണ് ലീഫിനെ എണ്ണയിൽ ചേർത്തിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഫലം ചെയ്യുമെന്ന് പറയുന്നത്. വൈറ്റമിൻസ് എല്ലാം കിട്ടും. മിക്കവാറും A ഉണ്ട്, B ഉണ്ട്, E ഉണ്ട്, D ഉണ്ട്. പിന്നെ വൈറ്റമിൻ C എന്ന് പറയുന്നതും ധാരാളമായിട്ടുണ്ട്. C വാട്ടർ സൊല്യൂബിൾ ആണല്ലേ. അപ്പോൾ സീഡ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അടുത്ത് നെക്സ്റ്റ് അതിന്റെ ക്രിസ്റ്റൽസ് ആണ്. പപ്പയിൽ കണ്ട ഇത് ഫ്രൂട്ടിൽ നിന്ന് കണ്ട ക്രിസ്റ്റൽസ് ആണ്, ലീഫല്ല. ഫ്രൂട്ടിൽ നിന്ന് കണ്ട കാണാം. ഇതിലും ചെറിയ നീഡിൽ പോലുള്ളതാണ്. നീഡിൽ പോലെ ഉണ്ടെങ്കിൽ തികച്ചും എന്താണ് ചെറിയ ചൊറിച്ചിലുണ്ടാക്കും എന്നുള്ളതാണ് അതിന്റെ തൊണ്ടിൽ കാണുന്നതാണ്. നെക്സ്റ്റ് ഇത് ബിറ്റർ ഗാർഡാണ്, അതായത് പാവയ്ക്ക. പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. ഈ പാവയ്ക്കയിൽ നിന്നാണ് നമ്മൾ പരീക്ഷണം തന്നെ, ജീവിതാർക്ക് പാവയ്ക്കയിൽ നിന്നാണ് പരീക്ഷണം ഈ അഗ്രോകെയറൊക്കെ പഠിച്ചു തുടങ്ങിയത്. കാരണം നല്ല ലീഫാണ്. ഞാൻ പറഞ്ഞില്ലേ, സൈലീഷയുടെ വണ്ണം പൊട്ടൻസി 200-ൽ കുറച്ചേ കാണുള്ളൂ. എത്ര പേർക്കും ചെയ്തു നോക്കാം. നിങ്ങൾ വണ്ണം പൊട്ടൻസി സൈലീഷയുടെ ഇത്രയും സയന്റിഫിക് ആയിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരെണ്ണം ഞാൻ വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാനത് കണ്ടിട്ടുള്ളതാണ്. ഇത്ര പേർക്ക് കാണാൻ കഴിഞ്ഞാൽ ആർക്കെങ്കിലും കണ്ടാൽ അവർ എന്നോട് അറിയിക്കും. നമുക്ക് സാധാരണ ഒന്നും വേണ്ട, ഈ പാവൽ നട്ടിട്ട് ഈ ഇലയിൽ സ്പ്രേ ചെയ്താൽ മതി. സൈലീഷ്യ വണ്ണം നല്ല പൊട്ടൻസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നല്ല ഗ്രീൻ കളർ വരും. ആ ഗ്രീൻ കളർ പ്രിസർവ് ചെയ്യുകയും ചെയ്യും. കാരണം പാവയുടെ ഇല സ്വല്പം ഇതില്ലെങ്കിൽ പോലും ഒരുമാതിരി മഞ്ഞളിച്ചു, ഒരുമാതിരി മഞ്ഞളിപ്പം എന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ല, ഈ തത്തയുടെ പച്ച ആയി മാറിപ്പോകും. അതിനെ നമുക്ക് നല്ല ഡാർക്ക് ഗ്രീൻ ആക്കിയാണ് ഒറ്റ മാർഗം മതി. ഷുഗർ നിങ്ങൾ ഗ്ലോബ്യൂൾസ് ഒഴിച്ച് നോക്കൂ, പഞ്ചസാര കലക്കി ഒഴിച്ച് നോക്കൂ. ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. നമുക്കിത് നല്ല ഒരു എവിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എക്സാമിന് ഉള്ളതാണ് ഈ പാവ നല്ലൊരു സ്പെസിമെനാണ്. അപ്പോൾ അത് ഇരിക്കട്ടെ. പാവയ്ക്കയുടെ കാരണങ്ങൾ ഇപ്പോൾ നന്നായിട്ട് പറയാം. നല്ല കയ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്യൂരിഫയർ ആണ്. നല്ല കാൽസ്യം ഉള്ളതാണ്, ബ്ലഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു
നമുക്ക് റിവൈവറായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു പച്ചക്കറിയാണ്. അതായത് അസുഖങ്ങളൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. നന്നായിട്ട് വേവിച്ചും അല്ലാതെ കഴിക്കാം. പച്ചയ്ക്ക് ഇത് ആരും കഴിക്കാറില്ലെങ്കിലും ബിറ്റർ ടേസ്റ്റ് ഭയങ്കരമാണ്. പിന്നെ നല്ലൊരു പെക്യൂലിയർ സ്മെല്ലുണ്ട് ഇതിൻ്റെ ലീഫിന്. അതിൽ നിന്ന് വരുന്ന ആൽക്കലോയിഡ് പ്രത്യേകിച്ച് ഒരു ആരോമാറ്റിക് സ്മെല്ലുള്ളതാണ് ഇതിൻ്റെ ലീഫും. തണ്ടിന് കായ്ക്കില്ല. പിന്നെ ആൽബുമിനോയിഡ് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, റെസിൻ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഫ്രൂട്ട്സ് നല്ല ചുവന്ന മഞ്ഞ നിറത്തിൽ ചുവന്ന് പറയും. വിത്തുകൾ ആണ് ഉപയോഗിക്കുന്നത്. അതെ, ഇത് പാവയ്ക്ക കണ്ട ഈ നടുക്ക് കാണുന്ന കുറച്ച് ക്രിസ്റ്റൽസ് കാണാമല്ലോ. ഇത് പാവയുടെ ഒരു പ്രത്യേകതയാണ് ഈ നടുക്ക് കാണുന്ന ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പാവയ്ക്ക. അടുത്തത് ഫേസിയോളസ് ആണ്. വിങ്ക അംഗുലേറ്റ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഫേസിയോളസ് അല്ല, യാർഡ് ബീൻ എന്നാണ്. വലിയ പയറുണ്ടല്ലോ, നമ്മളെ 20 എന്ന് പറഞ്ഞാൽ ഇപ്പം നീളം പയർ, അതിൻ്റെ വിത്താണ്, അതിൻ്റെ എടുത്ത് ഉള്ളതാണ്. ആ പയറാണിത്. ഞാനിത് സ്വന്തമായിട്ട് തന്നെയാണ് കൃഷി ചെയ്ത, എൻ്റെ ഇതിൽ കണ്ട പയറാണ്. ഞാനൊരു എക്സാമിനേഷന് എക്സ്പെരിമെൻറ്റിന് ഈ പയർ ധാരാളമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതിലെനിക്ക് നല്ല കിട്ടിയ ഒരു പയർ തന്നെയാണിത്. അതിൻ്റെ ലീഫ് കണ്ടില്ലേ. ഞാനിതിൻ്റെ ലീഫും ഫ്രൂട്ടാണ് അതിൽ നോക്കിയത്. ഫ്രൂട്ട്സിൻ്റെ തണ്ടിനകത്ത് നിന്ന് കുറച്ചൊക്കെ എടുത്ത് നോക്കി. പയറിൻ്റെ വിത്തുണ്ടല്ലോ അരച്ച് പൊടിച്ച് ആ തൊലിയിൽ നിന്നുള്ള ചുവന്ന തൊലിയിൽ നിന്ന് കുറച്ചെടുത്ത് ക്രിസ്റ്റൽ കണ്ടതാണ്. പയറിൻ്റെ ഈ നടുക്ക് കാണുന്നത് സ്റ്റാർച്ചാണ്. അത് സ്റ്റാർച്ചിൻ്റെ തന്നെ പയറിൻ്റെ ഇത്തിരി ചെറിയ തരികൾ മറ്റു പയറിലും കണ്ടിട്ടുണ്ട്. ഈ പയറിനായിട്ട് നല്ല വലിയ പ്രത്യേകതയൊന്നുമില്ല, എങ്കിലും തന്നെ ഈ ഇവിടെ കാണുന്ന ഈ പരല് പോലെ നീളത്തിൽ ഇങ്ങനെ പൊളി പോലെ കിടക്കുന്നത് ഒരു പ്രത്യേകതയാണ്. ഈ പൊളി പോലെ കിടക്കുന്നതാണ് ഇതിലെ ജീവാംശം എന്ന് കൂടുതലായിട്ടുള്ളതെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ചീരയിലുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ബാക്ടീഷ്യ ടിഞ്ചർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ധാരാളം എടുത്ത് കാണാം. പനിക്ക് ഉപയോഗിക്കുന്നതാണല്ലോ, എക്കണൈറ്റിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ പനിക്ക് ഉപയോഗിക്കുന്ന പലതിന് ഈ പൊളി പോലുള്ളത് കണ്ടത്. അതൊക്കെയാണ് ഇതിൻ്റെ വേറൊരു സൈഡ്. വെജിറ്റബിൾസിൽ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് ഹെൽത്ത് പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് എന്താണ് പാർട്ട് വ്യൂഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. യാർഡ് ബീൻ എന്ന് പറഞ്ഞ ഇത്. അടുത്തത് ഇത് തന്നെ പയർ ബീൻസ്. ഈ പയർ ഐറ്റത്തിന് പയർ ഐറ്റത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പി കണ്ടോ, ഇത് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിന് വേണ്ടി ഇനി ടെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പഠിക്കുന്നവർക്കൊക്കെ ഇത് ഒരു ഇൻട്രസ്റ്റ്. ഇതാ ഇവിടെ ഒരു പി കിടക്കുന്നുണ്ടോ, ഇത് ഒരു പി ആണ്, കംപ്ലീറ്റ് ആവാത്ത. ഈ പി പോലുള്ള ക്രിസ്റ്റൽ ഇങ്ങനെ കിടക്കും. ശരിക്കും അത് പയറെന്നല്ലേ നമ്മൾ പറയുന്നത്. പയർ എന്ന് എന്തിനാ പറയണം, ബീൻസ് എന്ന് പറയുന്നു, പയറെന്ന് പറയുന്നു. നമ്മൾ പറയുന്നതിന് ഇംഗ്ലീഷുകാരുടെയും കൂടി ചേർത്ത് പി ഇങ്ങനെയുള്ള ചില ഹിന്റുകൾ, ചെറുതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ത്രൂ ഔട്ടുണ്ട്. നെക്സ്റ്റ് ടൊമാറ്റോയാണ്. ലൈക്കോ പെർസിക്കോൺ എസ്കുലൻഡം എന്നാണ് പറയുന്നത്. ഈ ലൈക്കോ 5 മിനിറ്റേ ഉള്ളൂ നമുക്ക് കേട്ടോ, നമ്മുടെ സമയം എളുപ്പം പോയി. ഞാനിപ്പോ ഇത് പകുതി വെച്ച് നിർത്താമെന്നാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഞാനിപ്പോ ബാക്കി അടുത്ത് നമുക്ക് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതിന് കുറച്ച് ഈ തക്കാളിയും കൂടെ പറഞ്ഞു നിർത്താം. അപ്പൊ തക്കാളി ടൊമാറ്റോ ലൈക്കോപ്പീൻ എന്ന് പറയുന്നതാണ് ഈ റെഡ് കളർ. ഇന്ന് വളരെ അടുത്ത ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല തക്കാളി നമ്മുടെ നിത്യോപയോഗത്തിലേക്ക് വന്നിട്ട്. പക്ഷെ അത് വന്നതിന് ശേഷം ആരും തന്നെ അത് ഒഴിവാക്കാറില്ല. ഇത് ഒഴിവാക്കിക്കൊണ്ടൊരു കറിയേ ഇന്നില്ല. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ തക്കാളി എന്ന് പറയുന്നത് ഒരുപാട് സ്പീഷീസ് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സ്റ്റഡി ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ്. അപ്പൊ ലത്തീഫ് സാറിന്റെ ഇതില് കണ്ടെത്തലില് ഒരു തക്കാളി വളരെ വർഷമായിരുന്നു. അത് എനിക്ക് ഒരിക്കൽ കാണാനിടയായി. ഞാൻ അതിനകത്ത് വേറെ ബയോകെമിക്കാണ് ഉപയോഗിച്ചത്. അതുപോലെ ഇത് നമ്മൾക്ക് എപ്പോഴും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ്. ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഈ ഘടകം മാത്രമല്ല, നല്ല പ്രോട്ടീൻ ഉള്ളതാണ്. ഫൈബ്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. പിന്നെ ഹെയറി ആയിട്ടുള്ള സ്റ്റെം. ഇതിനും വേറെ എയറോമാറ്റിക് സ്മെല്ലുണ്ട്, എല്ലാവർക്കും അറിയാം. ഫോസ്ഫറസും കാൽഷ്യവും ധാരാളമായിട്ടുണ്ട്, വൈറ്റമിന് ഉണ്ട്. പിന്നെ ടൊമാറ്റോ ജ്യൂസ് ഈസ് മോസ്റ്റ് ബെനിഫിഷ്യൽ ആൻഡ് ഹാസ് ആൻ ആൽക്കലൈൻ റിയാക്ഷൻ വെൻ ഡൈജസ്റ്റഡ്. ഇറ്റ്സ് എ ക്ലിൻസർ എന്നാണ്. ഇതിനെ ബോഡിയെ ക്ലീൻ ചെയ്യുന്നതിന് നല്ലതാണ് ഇതിന്റെ ജ്യൂസ്. ഫ്രൂട്ട് പൾപ്പ് എക്സ്റ്റേണൽ ആയിട്ട് കോസ്മെറ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് എന്തായാലും അടുത്ത ക്ലാസ്സേ പറ്റുള്ളൂ. കുറച്ച് കൂടുതലായിട്ടില്ല, അല്പമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. ഓക്കെ ഡോക്ടറെ, ഇന്ന് ഒത്തിരി പച്ചക്കറികളും അവയുടെ ക്രിസ്റ്റലുകളുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനോടൊപ്പം അതിൻ്റെ ചില മെഡിസിനൽ ഉപയോഗങ്ങളും ഡോക്ടർ പറഞ്ഞു. വളരെ നല്ല അറിവാണ് ഡോക്ടർ ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സമയം 4 മിനിറ്റാണ് ഇനി ശേഷിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും പറയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംശയങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ഡോക്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് വരിക. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അമ്പാടിയമ്മയൊക്കെ ഉണ്ടല്ലോ. അമ്പാടിയമ്മയുണ്ട്, മറിയാമ്മ ഡോക്ടറുണ്ട്, അനീഷ് ഡോക്ടറെ കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് വരിക. സമയമില്ല, 3 മിനിറ്റായി, ഇനി 3 മിനിറ്റേ ഉള്ളൂ. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ധനേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. മഷൂർ ഡോക്ടറെ, റിയലി ഒരു അത്ഭുതം തന്നെയാണ് ഡോക്ടർ. കാരണം ഇങ്ങനെയുള്ള ഒരു റിസർച്ചും അതിൻ്റെ ഫോളോ അപ്പും കൃത്യമായി നടത്തി അത് രേഖകളാക്കി നമ്മുടെയൊക്കെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങയുടെ ഒരു ആത്മവീര്യം അല്ലെങ്കിൽ അങ്ങേക്ക് ഹോമിയോപ്പതിയിലുള്ള താല്പര്യം എത്ര കണ്ട് വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ തികച്ചും അഭിനന്ദനീയമാണ്. ഇത് നമുക്ക് കൂടുതൽ പേരിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള പല പുത്തൻ തലമുറയിലുള്ള ഡോക്ടർമാരും ഇനി ഉണ്ടെന്നുള്ള ചോദ്യം ചോദിച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പല സാധ്യതകളും ഹോമിയോപ്പതിയിലുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെയുള്ള പ്രസൻറ്റേഷനുകൾക്കാകും. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അതുപോലെ തന്നെ ഭാവുകങ്ങളും നേരുകയാണ്. ഓക്കെ, സന്തോഷം ധനേഷ് ഡോക്ടറെ. മഷൂർ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ സംസാരിക്കുന്നതിൽ നമുക്ക് ഒത്തിരി നമ്മളെ ഡോക്ടേഴ്സ് ഉണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് ഡോക്ടർക്കുള്ള നന്ദിയും രേഖപ്പെടുത്താൻ വേണ്ടി നമ്മളെ പുതിയ ഡോക്ടർമാര് ഒത്തിരി പേരുണ്ടല്ലോ. ആരെങ്കിലും ഡോക്ടർ ശ്രീകുമാരി, ഡോക്ടർ ഉഷ ബാലൻ, ഡോക്ടർ സ്വപ്ന, ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർക്ക് നന്ദി പറയാൻ തയ്യാറാണെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഒത്തിരി പേരുണ്ടല്ലോ. ഡോക്ടർക്ക് നന്ദി പറയാൻ ആരെങ്കിലും റെഡിയാണോ? പുതിയ ഡോക്ടർമാര് ഇല്ലെങ്കിൽ നമുക്ക് പഴയ ഡോക്ടർമാരെ തന്നെ ആശ്രയിക്കേണ്ടി വരും. പുതിയ പുതിയ ആൾക്കാര് നന്ദി പറയാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ വീഡിയോ ഓൺ ചെയ്ത് മുമ്പോട്ട് വരണം. ഇന്നല്ല നാളെ ആയാലും. ഇന്നാരെങ്കിലും റെഡിയാണോ? പുതിയ ഡോക്ടർമാർക്ക് അറപ്പില്ലാതെ പറയാനും, ആദ്യം പറഞ്ഞാൽ അത്ര ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാരും ആരും അതിലൊരു വിഷമമൊന്നും വിചാരിക്കണ്ട. നമ്മുടെ പ്ലാറ്റ്ഫോമാണ്. ആർക്ക് വേണമെങ്കിലും ഡോക്ടർക്ക് നന്ദി പറയാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം പറയാം. ആരും പറയുന്നില്ലെങ്കിൽ മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കാം. പുതിയ ആൾക്കാര് ഇങ്ങനെ നമുക്ക് നന്ദി പറയാനും ഒക്കെ മുമ്പോട്ട് വരട്ടെ എന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത്. ആരെങ്കിലും റെഡിയാണോ? ആരും വരുന്നില്ല. അപ്പോൾ നമുക്ക് മറിയാമ്മ ഡോക്ടറിലേക്ക് പോകാം. മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നല്ലൊരു ക്ലാസ് എടുത്ത മഷൂദ് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കും. നന്ദി ഷൈല ഡോക്ടറെ. പതിവ് പോലെ എല്ലാ പ്രാവശ്യവും മസൂർ ഡോക്ടർക്ക് നന്ദി പറയാൻ എനിക്കൊരു അവസരം, അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യാനാണ് കൂടുതലും കിട്ടാറുണ്ട്. ഏതായാലും ഡോക്ടറുടെ ക്ലാസ് നമുക്ക് വളരെയധികം നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ്സാണ് ഡോക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് കേട്ടിരിക്കാനും നമുക്കത് വളരെ താല്പര്യവുമാണ്. മാത്രമല്ല നമുക്കത് തീരുമ്പോൾ അതൊരു വിഷമം പോലെയാണ്. കാരണം നമുക്ക് ഇനിയും ബാക്കി കിട്ടാനുണ്ടെന്നുള്ളൊരു തോന്നൽ അങ്ങനെയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ്, അത് മാത്രമല്ല ഡോക്ടറുടെ ഈ അർപ്പണബോധം ഇതിനു വേണ്ടി വളരെയധികം താല്പര്യത്തോടെയാണ് ഡോക്ടർ അത് ചെയ്യുന്നത്. നേരത്തെ തന്നെ പറയുന്നത് കേട്ട് ഞാൻ പല ദിവസങ്ങൾ ഉറക്കമിളച്ചിരുന്ന് ചെയ്തെന്ന്. അത്രയ്ക്ക് രീതിയിലാണ്, അങ്ങനെയാണ് ഡോക്ടർ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചതും എല്ലാം. വാസ്തവത്തിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഡോക്ടർ വരണം. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിന് പ്രത്യേകം ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
എന്തായാലും മഷൂദ് ഡോക്ടർ ഇനിയും മറിയാമ്മ ഡോക്ടർ പറഞ്ഞ പോലെ മറ്റൊരു വിഷയവുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ എന്താണ് കൃഷി രംഗത്ത് ഏതൊക്കെ മെഡിസിൻ, ഏതൊക്കെ പൊട്ടൻസി, എങ്ങനെയെല്ലാം ഡോക്ടറുടെ അതിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്, അതുകൂടി ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.